ഇവിടെ ഫോണിൽ സംസാരിച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ വോയിസ് അങ്ങനെ തന്നെയാണ്, അപ്പോൾ അങ്ങനെ തന്നെ പറയണം. എന്നിട്ട് സാധാ രീതിയിൽ സംസാരിക്കണ രീതി പറഞ്ഞു. സാധാ രീതിയിൽ സംസാരിക്കാൻ അറിയില്ല. അതൊക്കെ അറിയാൻ ഞങ്ങൾക്ക് എങ്ങനെ സാധാ രീതിയിൽ സംസാരിക്കണമെന്ന്. എവിടെയെങ്കിലും ബർത്ത്ഡേ എന്തെങ്കിലും ഞങ്ങൾ ഗ്രൂപ്പായിട്ട് സ്റ്റേജ് പെർഫോമൻസും ഗോവയിലും എവിടെ ഞങ്ങൾക്ക് ഡ്രഗ് അടിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഗോവയിലും സ്റ്റേജ് പെർഫോമൻസും ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും ചെയ്യേ, കോൺസലേഷൻ പ്രൈസ് കിട്ടേ, എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ നടക്കും. പക്ഷെ ആരും അത് തീർന്നു, അവിടെ തീർന്നു. ഇവിടെ പേര് ഹാരിസ നമുക്ക് അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാം അന്ന് ഞാൻ തന്നിരും അങ്ങനെ ചെയ്യും. പക്ഷെ ഞാൻ കുടിച്ചിട്ട് അവിടെ പോകണ്ട ഇല്ല. പെണ്ണുങ്ങളാണ് ക്ലാസ്സിന് മുമ്പ് പോവോ? ബോയ്സ് ബാത്റൂമിലാണ് പോവാ. ബോയ്സ് ബാത്റൂമിൽ പോയിട്ടില്ല. അതാ പറയണേ. നിങ്ങൾ സാധാ രീതിയിൽ ഹാരിസ് അതുകൊണ്ട് സംസാരിച്ചിട്ടില്ലേ? ബർത്ത്ഡേ വിഷ് ചെയ്യാനാ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും വിശേഷം ചോദിക്കില്ലേ? അതിനൊന്നും വന്നിട്ടില്ലേ? ബാക്കിയുള്ളവരുടെ കൂടെ കുടിച്ചുണ്ടാക്കടിച്ച് നടന്ന് ഞാൻ 0.41 മാർക്ക് കിട്ടിയാലും ഡ്രഗ് അടിച്ചിട്ട് നോക്കാൻ പോകണല്ലേ. ഇവിടെ 96-82 മാർക്ക് കിട്ടി കഴിഞ്ഞാൽ ഈ തടിയന്മാര് ഇപ്പം പഴകിയവർ അനുകരിച്ച് 38 വയസ്സായിട്ടുള്ളവര് 78 വയസ്സ് പോലെ തോന്നിക്കും. എന്നിട്ട് അവരുടെ അവരെ ഞാൻ അടിച്ചു കുടിച്ചിട്ട് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പോയി അവരെന്റെ മുമ്പിൽ വലിച്ചു തന്നു, ഞാൻ എന്തോ അറിയാണ്ട് സമ്മതിച്ചു കൊടുത്തു. നീയൊക്കെ ഞാൻ ഈ ലോകത്തിന് ജീവിക്കണേ, എനിക്കറിയാം നീ ഏത് ബുക്കിലൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ സമയത്ത് നിന്റെ കുറ്റം പറയാൻ വന്നിട്ടില്ലേ? ഞാനിങ്ങനെ 96-82 മാർക്ക് കിട്ടിയപ്പോ ഒരു കുടിച്ചിട്ട് കടിക്കാൻ പോയി. അപ്പൊ എന്റെ ഫ്രണ്ട് മുമ്പ് വിളിച്ച് എന്റെ സമ്മതപ്രായത്തിലുണ്ട് മുമ്പ് വിളിച്ച് തന്നു. എന്നിട്ട് ഞാൻ അതിൽ പുസ്തകത്തിന് അവന് മുമ്പ് വിളിച്ച് കൊടുത്തു, എന്നിട്ട് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ കുടിച്ചിട്ട് അകടിച്ച് നടന്ന് കുറെ ജോലി കിട്ടി. ഭാര്യയും പോക്ക്, HR പോക്ക്. HR വഴക്ക് പറയാൻ ജോലി കളയേണ്ടി വന്നു, എല്ലാം ഡ്രഗ് അടിച്ചു കൊടുത്തിട്ട് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ പോക്കാണോ ഒരു കേസായിട്ടുണ്ട്. പഴകിയവർ അനുകരിച്ച് നടക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ സമ്മതം മുമ്പ് വിളിച്ച് തന്നത് ഞങ്ങള് നീയൊക്കെ ചെയ്യണേ ഞാൻ അന്ന് ഇങ്ങനെ കുട്ടി പറഞ്ഞ് നടക്കണമായിരുന്നു ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് ഞങ്ങൾ എന്റെ ഡാഡി മമ്മിനെയോ എന്റെ മാതാപിതാക്കളെയോ അനിയന്മാരെയോ അനിയത്തിമാരെയോ കസിൻസിനെയോ വീട്ടിൽ സ്കൂളിലുള്ളവർ ആരും ഞാൻ കുറ്റം പറഞ്ഞ് നടക്കാൻ പോകണല്ലോ. ഡിസ്കസ് ചെയ്യില്ലേ ഇങ്ങനെ ഞാൻ ഡ്രഗ് പോകാറില്ലല്ലോ. നിങ്ങൾ പറഞ്ഞു പേരോട് സംസാരിക്കണം, സാധാരണ രീതി സംസാരിക്കണം. അല്ലെങ്കിൽ ബർത്ത്ഡേ ആഘോഷിക്കാൻ വരെ എന്തെങ്കിലും നിങ്ങൾ ഇവിടെ ഒളിഞ്ഞു നോക്കിയിട്ട് അതിനെ കുറിച്ച് അറിയില്ല. ഒളിഞ്ഞു നോക്കിയിട്ട് അതിനെ കുറിച്ച് അറിയില്ല എന്ന് നിങ്ങൾക്ക്. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ അറിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾ അറിയില്ല എന്ന് പറയുള്ളൂ. നിങ്ങൾക്ക് അതിന് മുമ്പ് കണ്ട് സംസാരിച്ച് പരിചയമൊന്നുമില്ലല്ലോ. ഞാൻ രൂപാനും പോയിട്ടില്ല. അത് സാധാ രീതിയിൽ നിങ്ങൾ സംസാരിക്കാൻ വന്നാ ഞാൻ ഇന്നലെ രാവിലെ ഇവിടെ വന്നോളൂ. എനിക്ക് എത്ര പറഞ്ഞു നിങ്ങൾ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അത് പറയാം. സാധാ രീതിയിൽ നിങ്ങൾ 2-3 ഒന്ന് വരും. നിങ്ങൾ അറിയും ശരിയാ പൊസിട്ടു അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരുന്നത് അങ്ങനത്തെ കുറെ എല്ലാം കൂടി അവരാരും ഈ അനിയന്മാര് 3ാമത് 7ാം സെഞ്ചുറി കോപ്പി ചെയ്യാൻ പോകും. ഡ്രഗ് അടിച്ച് നടക്കണവരെ ചൂറ്റി പോയവരെ വിപരീതം ചെയ്യണവരെ ഇല്ല. അപ്പൊ ഇതാണ് ഹാരിസ് അതല്ലേ എന്ന് പറഞ്ഞ് സംസാരിച്ചാ അപ്പൊ നീ നമ്പർ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ മുമ്പിൽ വേറെ മുമ്പിൽ വന്ന കറുത്തവരായാലും വെളുത്തവരായാലും സംസാരിച്ച് വരും. പിന്നെ ഇവിടെ ആൾക്കാർക്ക് ഇതില്ലാത്തതാവണേ. ഞാൻ ആരോടെ എവിടെയെങ്കിലും സംസാരിക്കാൻ പോകണ്ടല്ലോ. ഹിന്ദി കുട്ടികളോട് മാത്രം സംസാരിക്കാൻ പോണേ. മലയാളം MTM സാധാ റീസൺ ബർത്ത്ഡേ ആവശ്യം 2-3 പേര് വന്നു കഴിഞ്ഞു. അപ്പൊ ഇതൊന്നും പറയിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എനിക്ക്. നിങ്ങള് സാധാ രീതിയിൽ സംസാരിക്കാൻ അറിയാണ്ട് എന്തോ കൃത്രിമം കാണിച്ച് നാച്ചുറലായിട്ട് വന്ന കൃത്രിമം കാണിച്ച് വേറെ ആരൊക്കെ എന്തൊക്കെയോ സ്വപ്നം കണ്ടിട്ട് ഞാൻ സാരി ചട്ടം കൊണ്ടിട്ട് നടക്കണേ. അതിനുവേണ്ടി കാണിച്ചത്. നിങ്ങൾക്ക് മര്യാദയ്ക്ക് പേര് വിളിച്ച് സംസാരിക്കാൻ അറിയില്ലേ? എന്നിട്ട് കുടിച്ച് റകടിച്ച് നിന്ന് നടന്നിട്ട് കൃത്രിമം കാണിച്ച് അതായിരിക്കും ശരി. കുറെ പേര് ആത്മഹത്യ ചെയ്തവരുണ്ട് അത് കണ്ടിട്ട്. അതൊന്നും അറിയില്ലായിരിക്കും, ബൈക്ക് ആക്സിഡന്റ് ആയവരും. എന്നിട്ട് അത് പേര് വിളിച്ച് സംസാരിക്കാൻ അറിയില്ല. ഞങ്ങളത് ചെയ്തു. എന്നിട്ട് കുടിച്ച് റകടിച്ച് നടന്നു. എന്നിട്ട് കൃത്രിമം സാധാ രീതിയിൽ ബർത്ത്ഡേ കഴിച്ച ശരിയാണ് കഴിഞ്ഞു. അത് അവിടെ തീർന്നു. ഞാൻ കുടിച്ച് വെക്കാനും പോകണില്ലേ, വേറെ ഒന്നും ചെയ്യാനും പോകണില്ലേ. ആൾക്കാർ ഇതില്ലാത്തത് പറഞ്ഞ് കുടിച്ച് റക്കടിച്ച് നടന്ന് തമ്മിൽ കൊല്ലിച്ചിട്ട് BJPയുടെ എക്സാമ്പിൾ പറഞ്ഞു കൊടുത്തു. ഒരു BJP ഫ്രണ്ടിന്റെ ഭാര്യനെ കുറെ വേസ്റ്റാക്കിയിട്ട് BJP ഫ്രണ്ട്സ് തന്നെ ഇവനെ കൊന്നു. എന്നിട്ട് ഈ ഭാര്യയ്ക്ക് അവന്റെ ഫ്ലാറ്റും മറ്റേതൊക്കെ കൈകലാക്കി കിട്ടിയപ്പോ പേര് പറയണില്ല. പേര് പറയുമ്പോൾ നിങ്ങളുടെ പേരാണെന്ന് വിചാരിക്കും. നിങ്ങൾ അത്രയും തലയ്ക്ക് ഇറക്കുള്ളവരാണ്. എന്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഭാര്യ സ്വത്തൊക്കെ ഭർത്താവിന്റെ സ്വത്ത് അവന്റെ പേരിൽ ഭാര്യയുടെ പേരിൽ വരില്ലോ. അതൊക്കെ എടുത്തിട്ട് വേറെ ആരും കല്യാണം കഴിച്ച് വേഷം കാണിച്ച് വേറെ എവിടെയോ പോയി. ഇതാണ് BJP ഹിന്ദുക്കള്, വിഡ്ഢികള്, തലയ്ക്ക് ഇറക്കുള്ളവര്. പെന്തകോസ്ത് ചെയ്യോ, യഹൂദി ക്രിസ്ത്യൻസ് അത് ചെയ്യോ? എന്റെ റോമൻ കാത്തലിക് മുസ്ലിം ഹിന്ദു എന്ന് പറഞ്ഞ് നടക്കണവര്. നിർജീവമായത് നശ്വരമായത് അത് കൃത്രിമം കാണിക്കുന്നത് എനിക്ക് നാണക്കേടാണ്. എന്നെ കുറിച്ച് കൃത്രിമം കാണിച്ച് നാണക്കേട് കാണിച്ച് ഒരു കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്ന് മെറ്റീരിയലിസത്തിന് വേണ്ടി നശ്വര നിർജീവത്തിന് വേണ്ടി നടക്കണവർക്ക് എനിക്ക് നാണക്കേടാണ്. എനിക്കത് ചേരില്ല. അപ്പൊ അത് പറയുമ്പോൾ മനസ്സിലാക്കണ ബോധല്ലേ? എന്നിട്ട് ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് സാധാരണ സംസാരിക്കാം. ഞാൻ ഡ്രഗ് അടിച്ച് കുടിക്കാൻ പോകണല്ലേ. എന്നിട്ട് ഹാരിസ് അങ്ങനെയൊക്കെ വന്ന് സംസാരിക്കും. 2-3 പേര് എന്തായാലും ഇതിനിപ്പോ ഇത്ര വലിയ കുഴപ്പം. ഞാൻ ഡ്രഗ് അടിച്ചു കൊടുത്താൽ ഇവിടെ എങ്ങനെ പറയാ എങ്ങനെ സംസാരിക്കൂ? സാധാ രീതിയിൽ എങ്ങനെയാ വെച്ചാൽ അതുപോലെ സംസാരിക്കും. അത് പറ്റില്ല. എന്നിട്ട് 15 പേരായിട്ട് വന്നൊക്കെയാണ്. 15-20 പേരായിട്ട് വല്ല തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? സാധാ രീതിയിൽ സംസാരിക്കാണ്ട് 15 പേരായി വന്നിട്ട് ഒരു പേട്ട് പടു വെട്ടി ബുദ്ധി കുറവുള്ള സ്ത്രീ ആയിട്ട് വന്നൊക്കെയാണ്.
അവർക്ക് സെക്ഷൽ നീഡാണ്. അവര് പേടി നിങ്ങൾക്ക് പറയേണ്ട കാര്യമാണ്, എനിക്ക് ചെയ്യേണ്ട കാര്യമുണ്ട് ഇവിടെ പോയിട്ട്. ആരും പറയിപ്പിക്കാനല്ലോ എനിക്കിവിടെ. എന്നിട്ട് ഈ വാലാട്ടിൽ 15 പേര് വന്നേക്കാ ഡ്രഗ് അടിച്ച് പിടിച്ച് ഈ പെണ്ണിന്റെ പുറകെ എന്തിനു പറഞ്ഞ് ബോധിപ്പിക്കാനാണ് വരുന്നത്? ഞാൻ ഇന്നലെ വന്നത് എന്തെന്നെ പറയെങ്കിൽ നിങ്ങളെ മുഷിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല, എന്നെ മുഷിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല, എന്നെ മടുപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ലല്ലോ. കോഴി മൂട് കയറുന്നവരെ ഇവിടെ ഒളി നോക്കിയിട്ട് എന്നെ നിങ്ങൾക്ക് ഇവിടെ മുൻ കണ്ട് സംസാരിച്ച് പരിചയമില്ല. ഞാൻ ഇന്നലെ വന്നുള്ളൂ. നിങ്ങൾക്ക് സാധാ രീതിയിൽ എന്തിട്ടാണ് ഇപ്പോൾ ഫോണിൽ സംസാരിക്കാനും പാടില്ല, റെക്കോർഡ് ചെയ്യാനും പാടില്ലേ? ഇത് ഫോണിൽ സംസാരിക്കാൻ എന്താ വിചാരിച്ചോ? ഇനി വീട്ടിൽ പ്രൂഫ് കൊണ്ടുപോവാ. എവിടെ ക്യാമറ കാണിക്കട്ടെ, എവിടെ ക്യാമറ? നിങ്ങൾ ഒളി നോക്കട്ടെ, നിങ്ങളുടെ തെറ്റാണ്. 5 മൊബൈൽ ഇവിടുന്ന് പോയി എന്റെ കയ്യിൽ നിന്ന്. ഇംഗ്ലണ്ടിലുള്ളപ്പോഴും തൃശ്ശൂരുള്ളപ്പോഴും ഇനി പോയാൽ എന്താ ചെയ്യും? എനിക്കതിന്റെ ക്യാമറ കണക്ഷൻ വേണ്ട. ഞാൻ കുടിച്ചില്ല കളിച്ചിറങ്ങാൻ പോയില്ലല്ലോ. ഞാൻ ആൾക്കാർക്ക് ഇതില്ലാത്തതെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പിടിച്ചെടുക്കാൻ പറ്റാത്തതൊക്കെ തെറ്റിദ്ധാരണ, കുടിച്ചില്ല കളിച്ചാണ് തമ്മിൽ കൊല്ലിക്കുന്നതാണ് അല്ലേ? തമ്മിൽ കൊല്ലിച്ചിട്ട് സോഷ്യലിന്റെ ഓപ്പോസിറ്റ് മിസ്കമ്മ്യൂണിക്കേഷൻ. ഇവിടെ ഡ്രഗ് അടിച്ച് കുടിച്ചിറക്കാൻ പോയേ ഞാൻ സാധാ രീതിയിൽ സംസാരിക്കണല്ലേ? പിന്നെ എന്റെ നേർക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് എന്താ കാര്യം? ഞാൻ ആരും പറപ്പിക്കാണ്ട് എന്റെ കാര്യം ചെയ്യാനും ഞാൻ ചെയ്യാനും ആരും പറപ്പിക്കാണ്ട് ഞാൻ ചെയ്യണ്ടല്ലോ. അതാണ് ഇതുള്ളത് അല്ലേ? ഇതിന് നിങ്ങൾ ഓപ്പോസിറ്റ് പറഞ്ഞിട്ട് കാര്യം? അതാണ് നിങ്ങളുടെ വിപരീത ബുദ്ധി. ഇത് നല്ല വിവരമുള്ള കാര്യങ്ങൾ പറയണേ. എന്നിട്ട് ഡ്രഗ് അടിച്ച് കൊടുത്താൽ നടന്നിട്ട് ഒരു കോണത്തെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്റെ 5 മൊബൈൽ പോയി. എനിക്ക് പുതിയത് പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇതിന്റെ കൺവെർഷൻ ആരൊക്കെ എടുത്തുകൊണ്ട് പോയി, ആരെവിടെ ഒളി നോക്കിയിട്ട് അതിന്റെ മൊബൈൽ പാസ്വേഡ് നോക്കണേ, ആരായിരിക്കും എന്ന് മനസ്സിലാക്കി ആ 4 മൊബൈൽ എനിക്ക് പഴയത് വീണ്ടെടുക്കായിരുന്നല്ലോ. 5 മൊബൈൽ പുതിയത് പേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്ന? നിങ്ങൾ എന്റെ തുറന്നു പോളി നോക്കി, ഞാൻ നിങ്ങൾ ഒളി നോക്കാൻ പോകണില്ല, ഞാൻ എന്നെ ഒളി നോക്കാൻ പോകണല്ലേ, ബാക്കിയുള്ളവർ ഒളി നോക്കാൻ പോകണല്ലേ. ശ്രദ്ധാകേന്ദ്രം ഇവിടെയാണ്. അപ്പൊ സാധാരണ രീതിയിൽ സംസാരിക്കാം. അതിന് 15 പേരായിട്ട് ഡ്രഗ് അടിച്ച് വന്നാൽ ഞാൻ എന്തിനാണോ ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ ഇന്നലെ വന്നുള്ളൂ. നിങ്ങൾ എന്നെ മുന്നേ കണ്ടിട്ട് പരിചയമില്ലല്ലോ. ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? സാധാ രീതിയിൽ സംസാരിക്കേ. അങ്ങനെ ഹാരിസൻസ് അപ്പൊ അപ്പോഴാണ് ഉണ്ടാവുക. അങ്ങനത്തെ വന്ന് ബർത്ത്ഡേക്ക് ആവശ്യം വരാം. നിങ്ങൾക്ക് മുമ്പേ തന്നെ അറിയണ്ടാകും. അങ്ങനെയാണ് വേണ്ടത് അല്ലേ? ഇവിടെ 3 വർഷം കഴിഞ്ഞ് തീർന്നു. നിനക്ക് കാലങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അന്നിട്ട് പറ്റണല്ലേ? 15 പേര് 100 പേരായിട്ട് വന്നിട്ട് പറ്റുള്ളൂ. 100 പേര് അവിടെ നിൽക്കണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ നിന്നു. ഞാൻ എങ്ങനെയാണ് പറഞ്ഞിട്ട് അങ്ങനെയാണ് അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. എന്നെ തിരിച്ചറിയേണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സംസാരിച്ചാനെ അല്ലേ? ഞാൻ അവിടെ നിന്നു, കുറെ നേരം നിന്നു. ആ പോലീസുകാരെ അവിടെ നിന്നു. ഞാൻ അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് തിരിച്ചറിയാൻ മനസ്സിലാവും. ഞാൻ കയറട്ടെ, ഞാനും കൂടി കയറാനുണ്ട്, ഞാൻ ഇവിടത്തെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ കയറിപ്പോയി. അപ്പോഴൊരു കുലുക്കല്ല. എന്തുകൊണ്ട്? ഡ്രഗ് അടിച്ച് നടക്കണതുകൊണ്ട്. നിങ്ങളുടെ കല്യാണം കഴിച്ച പെണ്ണുങ്ങളെ വരെ ഹിന്ദുസും BJP ഡ്രഗ് അടിച്ച് നടക്കേണ്ട കാര്യം. സാധാരണ രീതിയിൽ സംസാരിച്ച് പോയാൽ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഡ്രഗ് അടിച്ച് നടക്കാൻ പോകണല്ലേ? എന്നിട്ടോ ഒരു പേട്ട് വയസ്സ് പറഞ്ഞ ആൾക്കാർ ഇതിൽ എന്തൊരു ആൾക്കാർക്ക് ഇതില്ല. പക്ഷെ എനിക്ക് വേണം ഡ്രഗ് അടിച്ച് നടക്കണ്ടേ അവിടെ? ആ വീട്ടിൽ പ്രൂഫ് കൊണ്ടുവന്ന് ആൾ ചോദിക്കാം. ലോകം എന്ന് പറയുന്നത് ഫുള്ള് ഇങ്ങനെ കവഞ്ഞെടുത്ത് കേൾക്കേണ്ടത്. യൂട്യൂബിൽ റെക്കോർഡ് ചെയ്ത് കേട്ടത് വേറെ, അതല്ലാണ്ട് അത് 20,000 വ്യൂസ് വേറെ, 8,000 വ്യൂസ് ഇൻസ്റ്റാഗ്രാം വേറെ, 10,000. എന്നിട്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. സാധാരണ രീതിയിൽ അങ്ങനെയാണ് സംസാരിക്കേണ്ടത്. ഇതിന് ഞങ്ങൾക്ക് ഇവിടെ പ്രൂഫ് കിട്ടുമോ? എന്തിന്റെ പ്രൂഫുണ്ട്? സാധാരണ രീതി സംസാരിക്കാൻ ഡ്രഗ് അടിച്ച് നടന്നിട്ട് എന്റെ അടുത്തേക്ക് വരുന്നത് നീ ഡ്രഗ് അടിച്ച് നടന്ന് മുമ്പിൽ തെറ്റി നടന്നിട്ട് ഞാൻ നിന്നെ കുറ്റം പറയാൻ വന്നിട്ടില്ലല്ലോ. എന്റെ അനിയന്മാരെ വരെ കുറ്റം പറയില്ലല്ലോ. എന്നിട്ട് എന്റെ അടുത്ത് നേരത്തെ ചൂണ്ടിയടിക്ക നീ നാണം കെട്ട ശവം. ഒരു മണ്ടശിവിനെ അരച്ച് BJP കൊണ്ട് നടക്കണവര്. നിന്നെ ഒരു അറപ്പ് തോന്നണം. നാണക്കേട്. കൃത്രിമം കാണിക്കണേ വിശ്വസിക്കുക, ഫേക്കുകളെ വിശ്വസിക്കുക. കുറെ കുരുട്ട് മോദൽ കന്നഡ ആ ദീപിക പാടുപടി ചാണ്ടി കടിച്ചോടിക്കേ. വൃത്തികെട്ട കുറെ ഫേക്ക് ന്യൂസ് യൂട്യൂബിലിടാൻ അവർക്ക് ഡിപ്രഷൻ ഓണല്ലേ? ബാക്കിയുള്ള കൃത്രിമം കാണിക്കാൻ കുറെ പേര് കന്നഡയിൽ കുറെ പേര് ആത്മഹത്യ നടക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് ന്യൂസ് നോക്കി നിൽക്കുന്നത് തൃശ്ശൂരത്തെ എല്ലാ ഫേക്ക് ന്യൂസും നോണയും കൂടി കയറ്റി യൂട്യൂബിൽ കയറ്റി നീ നിന്നെ മണ്ടശിവ അരച്ചിട്ട് അവിടെ ഫേക്ക് ന്യൂസ് കൊണ്ട് അവിടെ ആയിരുന്നു കൊട്ടി ലോകം മൊത്തം ഇല്ലാണ്ട് ഭൂമിക്ക് ഭാരം പൊക്കാണ് പറഞ്ഞോളൂ. നാണം കേടില്ല അതൊക്കെ. അവിടെ മോന്ത കണ്ടോ നീ? ഒരു പ്രകാശമില്ല, ഒന്നുമില്ല. നാണം കെട്ട മേക്കപ്പ് ഒക്കെ ഇട്ട് നാണി കേട്ടിട്ട് വെച്ചിരിക്കാണ്. ഒരു കൂർത്തൊരു മോന്ത. എന്നിട്ട് കുറെ ഇപ്പോഴത്തെ പെൺപിള്ളേർ കൂർത്ത മോന്ത വെച്ച് നടക്കുന്നുണ്ട്. അത് ചെയ്യാൻ തിരിച്ചിട്ട്
അടക്കം ഒരു തൊലി ഞാൻ മോന്ത കട കഴിഞ്ഞ സാധാ രീതിയിലുള്ള മനസ്സിലാക്കാൻ അറിയില്ല. എന്നിട്ട് ഒരു വൃത്തികെട്ട ജീൻസ് നാണക്കേടില്ല. നിങ്ങൾ വഴിക്കോടെ നടന്നു നോക്കി, നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ കുറെ വൃത്തികെട്ട ഡ്രഗ് അടിച്ച് നടക്കുന്നുണ്ട്. നിങ്ങൾ ന്യൂസ് എന്ന് പറഞ്ഞ് നോക്കിയേ, 24 ന്യൂസ്. കുറെ ഡ്രഗ് അടിച്ച ടീച്ചേഴ്സും കുറെ നടക്കുന്നുണ്ട്. ടീച്ചേഴ്സും വരെ ഡ്രഗ് അടിച്ച് നടക്കുന്നുണ്ട്, പിടിയിലാവുണ്ട്. ചില ന്യൂസ് നോക്ക്, ഇപ്പൊ തന്നെ 24 ന്യൂസ് ഒരു 6 മാസം നോക്കിയിട്ട് ചെന്ന് നോക്ക്. ഒരു കന്നഡ വേറെ ഫേക്ക്, അവര് കന്നഡയില് ഭാര്യനെ വെട്ടി കൊല്ലപ്പെടുത്തുന്നത് ഭർത്താവ് വീഡിയോ എടുത്തിട്ട് ജയിലിൽ പോയിരുന്നു. ആർക്ക് വേണട ഈ ശവങ്ങളെ, വേസ്റ്റുകളെ? മണ്ട ശിവനെ ആരാധിച്ചിരിക്കുക. നിനക്ക് റിലീജിയൻ ഉണ്ടല്ലോ, ഹിന്ദു ഒരു മുസ്ലിമും അതിന്റെ റോമൻ കാത്തലിക്കും വിപരീതം ചെയ്യാൻ ഡ്രഗ് അടിച്ച് നടക്കണവർ ആരാധിക്കുക, തമ്മിൽ കൊല്ലിച്ച് നടക്കണവർ ആരാധിക്കുക. മുസ്ലിംസ് ഖുറാൻ എഴുതി ഡ്രഗ് അടിച്ച് കൊല്ലിച്ച് അത് ഖുറാൻ ഡ്രഗ് അടിച്ച് എഴുതിച്ചിട്ട് എരന്നു കൂട്ടി വാങ്ങണവർ ആരാധിക്കുക. ആർക്ക് വേണട ഈ വേസ്റ്റുകളെ? വല്ല ഡ്രഗ് അടിച്ച് നടക്കണവർക്ക് പറയോ? മലയാളി ടീച്ചേഴ്സ് വരെ, സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് വരെ ഡ്രഗ് അടിച്ച് നടക്കുന്നുണ്ട്. ന്യൂസ് എന്ന് വായിച്ചു നോക്ക്, ലേറ്റസ്റ്റ് ന്യൂസ് നടക്കുന്നുണ്ട് അവിടെ. നാണം കെട്ട് നിങ്ങൾക്ക് മതിയായിട്ടില്ല ഇത്. ഒരു ഹിന്ദു വേർഡ് ഗോഡിന് ഗോഡ് എന്ന് പറയണം, ഗാഡ് എന്നല്ല. നാണം കെട്ട് ഈ വൃത്തികെട്ട വാക്കും പറഞ്ഞ് നിങ്ങളുടെ അതിന്റെ ശരീരം കേടാക്കുന്നുണ്ട്. ആർക്ക് വേണ്ടിയിട്ട് ജീവിക്കണം നീ? സാധാ രീതിയിൽ സംസാരിച്ച കുഴപ്പമില്ലേ? സാധാ രീതി അങ്ങനെയാണെന്ന് പറഞ്ഞ് സംസാരിക്കുന്ന നമ്പർ വരുമോ കഴിഞ്ഞ് ബർത്ത്ഡേ ആവശ്യം തീർന്നു, അതില്ല. എന്നിട്ട് വീണ്ടും ഡ്രഗ് അടിച്ച് കൊടിച്ച് നോമ്പി തെറ്റി. ഞാൻ നിങ്ങളെ കുറ്റം പറയാൻ ഡിസ്കസ് ചെയ്യാൻ ഡ്രഗ് അടിക്കാൻ ഞാൻ പോയിട്ടില്ലേ? എന്നിട്ട് ഇവിടെ പറയണതാ തെറ്റ്. ഇവിടെ പറയേണ്ടത് ലോകം മൊത്തം കേൾക്കണം. ലോകം മൊത്തം കേൾക്കുമ്പോഴാണ് അവിടെ മാറ്റം വരുന്നത്. വല്ല മുസ്ലിമും ഹിന്ദു റോമൻ കാത്തലിക് പറഞ്ഞ ആളാണ്. ഹിന്ദുക്കള് ശിഖണ്ഡികളെ അയച്ച് ഡൈവോഴ്സ് ചെയ്യണം വരെ പറഞ്ഞിരിക്കുക. ആ കുഞ്ചുവാരിയിൽ നാളല്ലടാ മോന്തി മിസ്സെടുക്കാൻ ഫ്രോഡ് സർട്ടിഫിക്കറ്റും ഫ്രോഡ് ജോലി കൊടുക്കണ ആ റോസമ്മ ഫേക്ക് അവാർഡ് മേടിച്ചിറക്കണത്, ജീവനില്ലാത്ത അവാർഡ്. 5 അടി 6 ഇഞ്ചോളം മാമുക്കോയ, സോ തന്തേന് തള്ളയും കൊലിച്ച ഷാറുഖ് ഖാന്, വീട്ടിലത്തെ 2ാമത് 3ാമത് 7ാമത് ജനിച്ച സ്വന്തം ചേച്ചീനെ ഭ്രാന്തിയാക്കി ഇട്ട് നടക്കണവര്. ആർക്ക് വേണ്ടത് നിനക്ക്? ആര് പറയിപ്പിച്ച് ഡ്രഗ് അഡിക്ട്സ് പറയിപ്പിച്ച മാത്രം ആരെയും എന്ന് പറയും. എനിക്ക് നാണക്കേടാ കൃത്രിമം കാണിച്ച് നടക്കണവര്. കൃത്രിമ മോന്ത, ഈസ്റ്റ് ഇന്ത്യ മോന്ത, ഒരു വളിഞ്ഞ മുസ്ലിം, ഒരു ഹിന്ദു, ഒരു റോമൻ കാത്തലിക്. സാധാരണ രീതിയിൽ സംസാരിച്ച കുഴപ്പമില്ല, 10 വർഷം സാധ്യത തീർന്നു. അത് പറ്റില്ലേ? മായും നോയും മാമക്കോയും തലേദിവസം വന്നു കഴിഞ്ഞാൽ ഇന്നലെ വന്നാലും പറഞ്ഞാലും ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കാനും പല വൃത്തികേട് പറയാനും വായന്ന് ഛർദി വിട്ട പോലത്തെ വായന്ന് കൊണ്ട് നടക്കാൻ അറിയാം. നിന്റെ വായന്ന് മണം വരിക്കോടാ, വളി വിട്ട മണം. വേസ്റ്റ് വിഴുങ്ങിട്ട് വേസ്റ്റ് തുപ്പികളയല്ലേ, ആ ടൈപ്പ് മണം ഉണ്ടോ നിങ്ങൾ വായില് ഡ്രൈ ആയിട്ട്? ഇത് ലോകം മൊത്തം കേട്ടും പറഞ്ഞിട്ടും അതേ വെഡിത്തം. ചെറിയ കുഞ്ഞുങ്ങളാണ് രണ്ടുപേരും. ഒരാൾ സാധാരണ സംസാരിക്കാൻ അറിയില്ല. നിങ്ങൾ തെറ്റുണ്ട്, അതാണ് മുമ്പിൽ തെറ്റി നടന്ന തെറ്റ്. ഞാൻ നിങ്ങൾ കുറ്റം പറയാത്ത തെറ്റ്. എന്നിട്ട് ഇങ്ങോട്ട് പറയാൻ നിൽക്കണം. ഇത് നാണം കെട്ട് കുടിച്ച് അവന് ഹിന്ദിയായിട്ട് എനിക്കെന്താ ബന്ധം? അവന്റെ ഹിന്ദുയുടെ യു മാറ്റി കഴിഞ്ഞാൽ ഹിന്ദിയുടെ യു ആയി. ഇങ്ങനെ ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് എനിക്ക് കാശ് തരണ്ട അവര് ഫീസ്. എന്നിട്ട് ഡ്രഗ് അടിച്ച് കുടിച്ച് ഇങ്ങനെ അതാ അവിടെ തെറ്റാണ്. സാധാരണ രീതി സംസാരിച്ച അങ്ങനെ തെറ്റ് എന്തെങ്കിലും നമ്പർ പഠിച്ച ചെയ്താൽ തീർന്നു. സാധാരണ വില കേക്ക് മുറി ബർത്ത്ഡേ ആവശ്യം വന്നു, 2-3 രൂപ തീർന്നു. അതല്ല, അപ്പൊ എനിക്കിത് പറയിപ്പിക്കേണ്ട കാര്യമില്ല. ഇല്ലാത്ത വിഡിത്തം കൊണ്ട് ഈ പറയും, എന്തായാലും പറയും, റെക്കോർഡ് ചെയ്യണമല്ലോ. പറയിപ്പിക്കാണ്ട് പറയാൻ അറിയില്ല. പറയിപ്പിച്ച ഡ്രഗ് അഡിക്ട്സ് വേണ്ടി ഡ്രഗ് അടിച്ചവര് കൈ അടിക്കവർക്ക് നാണം കണ്ട് തൊലിഞ്ഞ വായ വെച്ച് നടക്കുന്നുണ്ട്. മര്യാദക്ക് ഹാരിസേ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ അറിയില്ല എന്ന് അറിയണ്ടങ്ങ. ഞാൻ പറയും നിങ്ങൾക്ക് എന്നെ അറിയില്ല എന്ന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, ആരെന്ന് അറിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ അറിയില്ല എന്ന് പറയട്ടെ, ഞാൻ തുടങ്ങി സംസാരിക്കുള്ളൂ. എനിക്ക് നിങ്ങളെ മുമ്പേ കണ്ടിട്ടുണ്ട്. നിങ്ങളെ ഉഷിപ്പിക്കാൻ എന്നെ ഉഷിപ്പിക്കാൻ എനിക്ക് വലിയ ആഗ്രഹമില്ല. സാധാ 2 പേരും സംസാരിക്കാണ്ട് ഒരു പേട്ട് പെണ്ണുമ്പിള്ളയുടെ കൂടെ വന്നൊക്കെയാണ്. മോഹിസ്റ്റാരയുടെ വീടിന്റെ അടുത്തല്ലേ സാധാ സംശയം? മോഹിസ്റ്റാരയുടെ വീട്ടിന്റെ ക്ലോസറ്റിലാണോ ഞാൻ താമസിക്കണേ? ഒരു കറുത്ത ആദിവാസികൾ പറഞ്ഞിരിക്കും, അത് പോയി നടന്ന്. മറ്റേത് യൂട്രസ് ഹിസ്റ്ററക്ടമി ആയിട്ട് പോയി. എന്നിട്ട് ഒരു വളഞ്ഞ സ്ത്രീയുടെ അപ്പം ഇതിലൊക്കെ ഇപ്പൊ ജോലി പിരിച്ചുവിട്ടെ തൂറാൻ പറയും വീട്ടിൽ. എന്നിട്ട് കുറെ 15 പേര് 20 പേര് ചെറിയ പെൺപിള്ളേരുടെ വാലാട്ടിക്ക് വന്നൊക്കെയാണ്. എന്നിട്ട് അവരെ ഞാൻ ബോധിപ്പിക്കാൻ പോകണം ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കാവരെ. എന്നിട്ട് പുറത്ത് തന്നെ നിന്നു. ഞാൻ പറഞ്ഞു ഇന്നലെ ഇവിടെ രാവിലെ വന്നോളെ തുടങ്ങാന്ന് വെച്ചിട്ട് അപ്പോഴും ഇവിടെ വരവില്ല. ഇങ്ങോട്ട് വന്നാൽ ഒന്നും പറയാൻ പറ്റില്ല എന്നറിയാവർക്ക്. ബെല്ലടിച്ച മാത്രം സംസാരിക്കാറുള്ളൂ. സാധാരണ രീതി ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഹരിസൽ എന്ന് പറഞ്ഞാൽ സംസാരിക്കാറിയില്ല. വന്നു അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ബർത്ത്ഡേ ആഘോഷിച്ച് വിളിച്ചു, തീർന്നു പോയി. അതല്ലേ
ഞാൻ കുടിച്ച് ഡ്രഗ് അടിച്ചെടുക്കുന്ന വിചാരം. എടാ നീയാണ് കുടിച്ച് ഡ്രഗ് അടിച്ചെടുക്കുന്നത്. പണ്ട് എവിടെയോ 96-82 മാർക്ക് ഇട്ടിട്ട് ഊമ്പി തെറ്റി നടന്നിട്ട് ഉന്റെ മുമ്പിൽ പിടിച്ച് തന്നു. അപ്പൊ ഞാനാണ്ട് മുമ്പിൽ എടുത്തു ഒരു 18-16 വയസ്സില്. ഇപ്പോഴും അതുപോലെ നടക്കണ്ട് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങള് മഞ്ഞാണ് അവരും മഞ്ഞാവെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞാൻ എവിടെ മഞ്ഞാവും സാധാരണ സംസാരിക്കാറില്ല. ഒരു ഗ്രൂപ്പിൽ അവിടെ സ്റ്റേജിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പായിട്ട് കോൺസലേഷൻ പ്രൈസ് എന്തെങ്കിലും ആണ് സാധാരണ ഇത് ഹാരിസ് നമുക്ക് അങ്ങോട്ട് പോകാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാനുള്ള ഇതില്ല. ഫോൺ തീർന്നു. ബർത്ത്ഡേ വിഷയം അറിയില്ല, ഹായ് ബായ് എന്ന് പറയാൻ അറിയില്ല, തോളത്ത് കൈയിട്ട് സംസാരിക്കാൻ അറിയില്ല. നിന്റെ പോലെ കുടിച്ചിട്ട് കളിച്ചിറക്കം വിചാരിച്ചാ നീ ഇല്ല. നിന്റെ ഒരു തെറ്റുണ്ട്, കുരുട്ട് ബുദ്ധി, കുശുമ്പ് കുറ്റും. അതാണ് മുഖത്തേക്ക് സംസാരിക്കാൻ അറിയുന്നത്. സാധാരണ എവിടെയും വഴിയിൽ കണ്ടാൽ സംസാരിക്കാൻ അറിയില്ല. എന്നിട്ട് സാധാരണ വഴി ഞാൻ പറയ്ക്ക പൊക്കോന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടില്ലേ. എന്നിട്ട് അത് ഇവിടെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും 15 വരെയായിട്ട് നിങ്ങൾക്ക് ടക്കടിച്ചു ചേർക്കണവരല്ലേ, ഞങ്ങൾ പാലാട്ടി ഞങ്ങൾ വന്നില്ല, ഞങ്ങൾ പണ്ട് ഊമ്പി തെറ്റി നടന്നതാണേ. ഊമ്പി തെറ്റി നടന്നവര് പിന്നെ ഇങ്ങോട്ട് വരും സംസാരിക്കാൻ. പുറത്ത് നിന്നു വന്ന് മുഖത്തേക്ക് സംസാരിക്കാൻ അറിയില്ല, സാധാ രീതിയിൽ സംസാരിക്കാൻ അറിയില്ല. എന്താ ഹാരിസ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ അറിയില്ല. അറിയണ്ട അങ്ങനെയാണ്. നിങ്ങൾക്ക് തന്നെ അറിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾ അറിയില്ല എന്ന് പറയുള്ളൂ. തീരെ അവഗണിച്ചു കളയും. ആ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കണം. ആ തനിമ അവിടെ നിൽക്കേണ്ടത് അറിയാം. പഴകിയവരെ അനുകരിച്ച് കുറെ ഡ്രഗ് അടിച്ച് ഹിന്ദി കുടുക്കുകയും മലയാളി ചുണ്ണാമ്പും കുറെ തമ്മിൽ കൊല്ലിച്ച് കുടിച്ച് ഡ്രഗ് അടിച്ച ചൂറ്റി പോയി ആത്മഹത്യ ചെയ്ത CJ റോയ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഫ്ലാറ്റ് അവന്റെ കോൺഫിഡന്റിനെ മാറ്റി തരാൻ. എന്നിട്ട് പഴകിയവരെ അനുകരിച്ച് 38 വയസ്സുള്ളൂ ഞങ്ങൾ മുമ്പിൽ തെറ്റി നടന്നതാണ്. എന്നിട്ട് വീണ്ടും കുറെ ജോലിയൊക്കെ പോയി ഞങ്ങൾ കയറി ആത്മഹത്യയുടെ വഴിവെക്ക്, അവരുടെ ആത്മഹത്യയുടെ വഴിവെക്ക്. എന്നിട്ട് ഡ്രഗ് അടിച്ച് നടന്നിട്ട് ഞങ്ങൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. CJ റോയ് ആത്മഹത്യ ചെയ്ത് ഞങ്ങൾക്ക് എന്താ? CJ റോയ് ആത്മഹത്യ ചെയ്തു അവന് ഗുണം എന്തിന്റെ ഗുണം? വിപരീത റോമൻ കാത്തലിക്. എന്നിട്ട് ഡ്രഗ് അടിച്ച് കുടിച്ച് ഞങ്ങള് വിവരമില്ലാത്തത് സംസാരിച്ചു. സാധാരണ രീതിയിൽ ഞങ്ങൾ സംസാരിക്കാൻ അറിയില്ല. എന്നിട്ട് ഞങ്ങൾ ബോധമില്ലാണ്ട് എന്ത് വാലാട്ടി പോലെ വരും. ബോധമില്ലാത്ത മോന്തിയും വളഞ്ഞ മോന്തിയും. 38 വയസ്സുള്ളൂ. 78 വയസ്സൊരു അപ്പന്റെ പോലെ ഉണ്ട്. പേട്ടത്തലയും കൊണ്ട് നടക്കണവര്. കുറെ മൂന്നാമതും 7ാമതും കഴിഞ്ഞ അനിയന്മാരെ പറഞ്ഞിരിക്കാണ്. മൂത്തവൻ എന്ന് പറഞ്ഞ കുറെ ടഗ്സ് നടക്കണവരുണ്ടാവും. മൂത്തവന്റെ പ്രത്യേകിച്ച് വന്നതിന്റെ അർത്ഥം അറിയില്ല. അവരാരും കോപ്പി ചെയ്യലാണ് വേറെ ആരും ഇവര് കോപ്പി ചെയ്യുമ്പോ. എന്നിട്ട് അവിടുത്തെ ഗവൺമെന്റ് വ്യത്യാസം അറിയില്ലേ. ഞാൻ അവർ പറയാൻ പോകുള്ളൂ. അത് വേറെ അവിടെ ജോലി തിരക്കാകുമ്പോൾ ഒരു 6 മാസമാണെങ്കിലും 3 മാസമാണെങ്കിലും 1.25 വർഷമാണെങ്കിലും 1.25 വർഷമാണെങ്കിലും നിൽക്കണ്ട. ശരി വേറെ പോകണം. അവരുടെ പിഴവാണെങ്കിൽ പോട്ടെ, ശരി ഇവിടുന്ന് വരാം. അവിടുത്തെ കാര്യം മറന്ന് ഇവിടെ വിട്ട് പോകണമെന്ന് അറിയില്ലേ. കുറെ കുട്ട കഴിച്ചിറക്കണ കുറെ പീച്ചിയിലൊക്കെ കുറെ 92 മാർക്ക് കിട്ടി ഞങ്ങൾ ഞങ്ങൾ ഇത് തിരിച്ചു പ്രതീക്ഷിക്കാണ് സ്നേഹിക്കാൻ പങ്കുവയ്ക്കണ കാര്യമൊക്കെ പറയണേ. സോഷ്യൽ വാക്കുകൾ പറഞ്ഞ് സോഷ്യൽ കഴിക്കാണ്ട്. അപ്പൊ ഞങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ബോണ്ടിങ്, ഞങ്ങൾ കല്യാണം കഴിച്ച്, ഞങ്ങൾ ഗുട്ക കഴിച്ച്, ഞങ്ങൾക്ക് പാരീസ് എന്നുള്ള പേര് വിളിച്ച് സാധാരണ രീതിയിൽ സംസാരിക്കാറില്ല. ഞങ്ങൾക്ക് കുശുമ്പ് കുറ്റുള്ളതുകൊണ്ട് ഞങ്ങൾ തന്തയും തള്ളക്ക് കുറച്ചിലുണ്ട്. എന്നിട്ട് ഞങ്ങൾ തന്തയും തള്ള കുറച്ചിലുള്ളതുകൊണ്ട് ഞങ്ങൾ അതുപോലെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് സാധാരണ പേര് വിളിച്ചത് സംസാരിക്കാറില്ല. ഞങ്ങൾ 38 വയസ്സായിട്ട് 78 വയസ്സ് തോന്നിക്കണ ഒരു അപ്പാപ്പനെ പോലെയാണ്. എന്നിട്ട് ഊമ്പി തെറ്റി നടന്നിട്ട് ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് എന്തൊരു ഗുണമുള്ളവർക്ക്. എന്നിട്ട് അന്നേ ഗുട്കയും കഴിച്ച് ഞാൻ 0.49 മാർക്ക് കിട്ടിയാലും ഡ്രഗ് അടിച്ചു നടക്കാൻ പോകണല്ലേ. സാധാരണ ഈ സംസാരിക്കാർ തന്നു പറ്റിയില്ലേ. എന്നിട്ട് 9 വർഷം അവിടെ തീർന്നു. എവിടെയാണെങ്കിലും ബാഡിൽ മോട്ടിട്ട് സ്ഥലത്താണെങ്കിലും ബർത്ത്ഡേ വല്ല വിഷയം അറിയില്ല എന്നവർക്ക്. ഞാനാണെങ്കിൽ ആരും പറയിപ്പിക്കാണ്ട് സംസാരിക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല. സാധാരണ സംസാരിച്ചാലല്ലേ വേറെ ചെയ്യണം. തീർന്നു. ബർത്ത്ഡേ ആഘോഷിച്ച് തീർന്നു. അല്ലാതെ ഡ്രഗ് അടിച്ചു നടക്കാൻ പോകണല്ലേ. എന്നിട്ട് അവരുടെ ധൈര്യമില്ലാത്ത ശോഷിച്ച അവസ്ഥ ധൈര്യമില്ല. അവർക്ക് ആർട്ടിഫിഷ്യൽ മറിയാണ്. അവരുടെ തന്തി തള്ളി കുടിച്ചിട്ട് ഡ്രഗ് അടിച്ച് നടന്നു പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കലിന്റെ ഓപ്പോസിറ്റ്, പിടിച്ചു നിൽക്കലിന്റെ തെറ്റിദ്ധാരണ. കുടിച്ച് ഡ്രഗ് അടിച്ച് 20 വർഷം നടന്നുണ്ടോ ഗുഡ്കയും കഴിച്ച്. അത് ഞാൻ ചെയ്യണില്ലേ. അപ്പോഴും സാധാരണ രീതി സംസാരിക്കാറിയില്ല. എന്നിട്ട് കുടിച്ച് ഡ്രഗ് അടിച്ച് ബോധമില്ലാണ്ട് ഇങ്ങനെ വല്ല ഹിന്ദി കുട്ടിയാണോടാ. മലയാളി പാരൻസ് ഉണ്ടായിരുന്നു, മലയാളി ഇതായി വന്നേക്കണേ. അപ്പൊ മലയാളി പാരൻസ് നിങ്ങൾ മുഖത്ത് സംസാരിക്കാൻ അറിയില്ല. ഞാൻ സാധാരണ രീതി സംസാരിക്കാണ്ട് വേറെ രീതിയിൽ സംസാരിച്ചത് നിങ്ങൾ മലയാളികൾക്ക് നാണക്കേട്. അതാണ് കുറെ ഇവിടെ തന്നെ അരുതൂട്ടി വാങ്ങിയത്. ഇവിടെ അടുത്തടുത്തടിച്ച് കിടക്കുന്നുണ്ട്. 2000 തൊട്ട് 2004 തൊട്ട് 97 ആ സമയം തൊട്ട്. അതൊന്നും ആർക്കറിയാം. ഞങ്ങൾ മുമ്പിൽ തെറ്റി, ഞങ്ങൾ ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നു. ഞങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് മുമ്പിൽ തന്നു. ഞങ്ങൾ മുമ്പിൽ തെറ്റി കുറെ HR ഞങ്ങൾ വഴക്ക് പറഞ്ഞു. ഞങ്ങളും അവരെ വഴക്ക് പറഞ്ഞു. കുറെ തെറ്റിപ്പോയി. അത് അവർക്കറിയുള്ളൂ അവരുടെ പരാജയങ്ങൾ. ഞങ്ങൾക്ക് അതറിയുള്ളൂ. സാധാരണ രീതിയിൽ ഒളി നോക്കാൻ നമുക്ക് അറിയില്ല എന്ന് അറിയേണ്ട കാര്യമില്ല. നമ്മുടെ ഹിന്ദി ഒന്നും പറയണല്ലേ. ഹിന്ദി കുട്ടി മലയാളി MD എന്ന് പറയണല്ലേ. മലയാളി പാരൻസ് ഉണ്ടായത് മലയാളി ആ രീതിയിൽ വരണത്. അവിടെ ആസാമിൽ ഭോജ്പൂരി ഉണ്ടായതല്ല. ഹിന്ദി കുട്ടികളെ വരെ മലയാളി ബർത്ത്ഡേ ആഘോഷിച്ച് ഡ്രഗ് അടിച്ച് നടക്കുന്നുണ്ട്. മലയാളി പാൻപരാഗ് വരെ, മലയാളി ചുണ്ണാമ്പ് വരെ ഹിന്ദി കുട്ടികളുടെ കൂടെ കുടിച്ചും ഡ്രഗ് അടിച്ച് നടന്ന് ബർത്ത്ഡേ ആഘോഷിച്ച് നടക്കുന്നുണ്ട്. അത് പറ്റില്ല അവർക്ക്.
എന്നിട്ട് കുറെ അറുന്ന് കൂട്ടി സത്തുണ്ട്. എന്നിട്ട് അത് സാദരി ഹാരിസ് അങ്ങനെ പറഞ്ഞ സമയം കുഴപ്പമില്ല, വെറുതെ ആവശ്യം പോയി. എന്നിട്ട് ഇത് ഞാൻ പറയിപ്പിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് വീണ്ടും ഡ്രഗ് അടിച്ച് കുടിച്ച് കൃത്രിമത്തെ വിശ്വസിച്ച് കൃത്രിമം കാണിച്ച് എനിക്ക് നാണക്കേട്, അതും ഇതും ഇവിടെ പറയേണ്ടത് ഇവിടെ പറയും, റെക്കോർഡ് ചെയ്യുന്നത് ചെയ്യും. നാണം കെട്ട് ഇങ്ങനെ കിറങ്ങി അവസാനം അവിടെ ഇല്ലാണ്ടാവും. ആർക്കോ ഏതോ തന്ത തള്ളയ്ക്ക് വേണ്ടി ജനിച്ച വേസ്റ്റ് നിരങ്ങി നീങ്ങിയത്. ഇത് ജീവിതം എന്ന് പറയാൻ പറ്റില്ല. ഒരു മുഖം കണ്ട ഡ്രഗ് അടിച്ച് നടക്കണ വല്ല തടിച്ച വീർത്ത ആനകളെ പോലെ പന്നിമോന്തി ഉള്ളവർ വല്ല പറയത്? അവർ പറയാൻ വല്ല വിവരം ഉണ്ടോ അവർക്ക്? ഇവിടെ കണ്ട് മനസ്സിലാക്കി അങ്ങനെ ചെയ്യണത് മനസ്സിലാക്കാനുള്ള ഭാഗമുണ്ട്. വല്ല പെണ്ണുങ്ങളെ ശ്രീകണ്ഠികളെ ആരാധിക്കണവർ പറയോ? പറഞ്ഞോ ന്യൂസിൽ ഡ്രഗ് അടിച്ച് നടക്കണവര് ടീച്ചേഴ്സ് വരെ ഡ്രഗ് അടിച്ച് നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി നിരങ്ങി നീങ്ങണ നീ? ഹ്യൂമനാണോ ഇങ്ങനെ പറഞ്ഞു നടക്കാൻ? ഞാൻ ഒരു പരീക്ഷയിൽ പൊട്ടിയാൽ പോലും ഡ്രഗ് അടിച്ച് നടക്കാൻ പോകണല്ലേ. നീ സമയത്ത് മുമ്പ് തെറ്റി ചെയ്ത് നടക്കുന്ന സമയത്ത് ഞാൻ ഇതൊന്നും നിന്നെ കുറച്ച് ഞാൻ പറയാൻ പോയിട്ടില്ലല്ലോ. അപ്പൊ എനിക്ക് പറയാൻ അതുകൊണ്ട് ചോദിക്കണം, നീ ഏത് വിഡ്ഢിനെയാണ് സ്വപ്നം കളയുന്നത്? മുഖം കണ്ട തിരിച്ചറിയില്ലേ നിനക്ക്? ഒരു രീതിയിൽ അങ്ങനെ തന്നെ വന്നങ്ങനെ എവിടെയും ഹോർഷാമിൽ നടന്ന, ഇംഗ്ലണ്ടിൽ നടന്ന ആ രീതിയിലുള്ള അന്ന് ഞാൻ എടുത്ത ഫോട്ടോകളൊക്കെ ഓർമ്മയുണ്ട്. അതിപ്പോൾ എൻ്റെ കയ്യിലില്ല. അപ്പൊ അതനുസരിച്ച് ബ്രൈറ്റൺ ബീച്ചിലും അതൊക്കെ ഇങ്ങനെ നടക്കണേ, കോട്ടകട്ട ഇങ്ങനെ നടക്കണം, ആ രീതിയിലേക്ക് തന്നെ എവിടെയെങ്കിലും ഞാൻ ചെയ്യണതിന്റെ ഇപ്പൊ പ്രതിഫലിച്ചാണ്. അതൊക്കെ ഫേക്കാന്ന് വിചാരിക്കണ്ട, അതുപോലെ തന്നെയാണ് നടക്കണം. ബ്രൈറ്റൺ ബീച്ചിൽ ഇരിക്കണ ഫോട്ടോ ഉണ്ട്, അവൻ ഡെനിസ് ഫോട്ടോ എടുത്ത്. അപ്പൊ അതും ബാക്കിയും ഇതും അതെങ്ങനെയാ പറയണ ഇങ്ങനെ നടക്കുന്ന രീതി, ഇരുട്ടത്ത് ലൈറ്റൊക്കെ ഉള്ളപ്പോ എങ്ങനെ നടക്കണേ ആ രീതിക്ക് തന്നെ വന്നങ്ങനെ. ഫേക്കാന്ന് വിചാരിക്കണ്ടേ. ഇത് ഞാൻ കുളിക്കാത്ത കാരണം എന്തുകൊണ്ട് ഇപ്പൊ കുളിക്കാൻ പോവാ, അപ്പൊ അതുകൊണ്ടായിരിക്കും. സാധാ രീതിയിൽ സംസാരിക്കാൻ അറിയില്ലാന്ന്. സാധാ രീതി സംസാരിച്ച കുഴപ്പമില്ലല്ലോ, തീർന്നില്ലേ? അത് പറ്റില്ല. അവിടെ എവിടെയും കുഴഞ്ഞ പോലെ അവിടെ ഇവിടെ പറഞ്ഞിട്ട് നാണം കെട്ട അവരെല്ലാരും തൊട്ടി വാങ്ങുന്നുണ്ട്. എന്തിനാണ് നീ നരങ്ങി നീങ്ങണേ? സാധാരണ സംസാരിക്കും 2-3 രൂപ ഹരിസല്ലേ ഇവിടെ വഴി കണ്ട അങ്ങനെയാണോ എന്നൊക്കെ സംസാരിച്ച് നമ്പർ മേടിച്ച് ചെയ്യാ. തീർന്നു. അവർ വേറെ ആളും കറുത്തും വെളുത്തും ഞാൻ നോക്കണല്ലേ. എന്നിട്ട് ബർത്ത്ഡേ ആവശ്യമായിട്ട് അങ്ങനെ ചെയ്യുക, ഫുഡ് മേടിക്കാതെ ചെയ്യുക. അവർക്ക് സമയം കിട്ടിയില്ലെങ്കിൽ, ഫുഡ് കഴിക്കാൻ സമയമുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാണെങ്കിൽ, ഇനി അവർക്ക് കുശുമ്പ് കുറ്റുണ്ടെങ്കിൽ സാധാരണ സംസാരിക്കാൻ പിന്നെയും പറ്റണില്ലെങ്കിൽ പറപ്പിച്ച് പറഞ്ഞതാണെങ്കിൽ മുമ്പും കുഴപ്പമില്ല. ഇതത് ഇവിടെ റെക്കോർഡ് ചെയ്യുക. അപ്പോഴും ഞങ്ങള് ഡ്രഗ് അടിച്ച് കുടിച്ച് തന്നിട്ട് ഒരു പാലാട്ടി ഒരു പണ്ടാരം പിടിച്ച് പെണ്ണിന്റെ ഒപ്പം വരെ ഞങ്ങള് എന്നാ പ്രസിഡന്റിന്റെ ബുദ്ധിക്ക് സ്ഥിരത ഇല്ലേ? ഫ്രോഡ് സർട്ടിഫിക്കറ്റ് ഒന്നാമത്, ഫ്രോഡ് ജോലി എവിടെ വന്നിട്ട് അതിന് പറഞ്ഞ ഡ്രഗ് അടിച്ചു കുടിച്ച് നടക്കണവരാണ്. എന്നിട്ട് കുറെ പാലാട്ടി 15-20 പേര് വന്നാലേ 100 പേര് വന്നാലേ കണ്ട അവിടെ നിൽക്കണം, കണ്ട തിരിച്ചറിയില്ല. എന്നിട്ട് ഞാൻ നിങ്ങളെ പുഷ്പിക്കണം, നിങ്ങൾ എന്നെ പുഷ്പിക്കണം, എന്നെ പഠിപ്പിക്കണ രീതിയിൽ ഞാൻ വരണം. ഇത് എത്ര കണ്ടു ഞാൻ. അതിന് വളരെ സംസാരിക്കാൻ അറിയില്ല. സാധാ രീതിയിലൂടെ ഒന്ന് അങ്ങനെ അറിയണ പോലെ സംസാരിക്കണം. അറിയില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്നെ അറിയില്ലെങ്കിൽ ഞാൻ പറയും, ഞാൻ അറിഞ്ഞിട്ടും അറിയില്ല എന്ന് കാണിക്കണേ. എനിക്ക് നിങ്ങളെ ഒരു പരിചയമില്ല. നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ പോലെ വിഡ്ഢികളുടെ അടുത്ത് വന്നിട്ട് എന്താ കാര്യം? ആ ആദിവാസി സ്ത്രീ അവിടെ വീട് വിട്ട് ഇറങ്ങിപ്പോയി. നിങ്ങൾ തന്നെ ആവർത്തിക്കണേ നിങ്ങളുടെ വിഡ്ഢിത്തം. സാധാരണ രീതിയിൽ സംസാരിക്കാൻ അറിയാണ്ട് വിഡ്ഢിത്തം റിപ്പീറ്റ് ചെയ്ത് നാണം കെട്ട് കുറെ ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക്സും വിപരീതം ചെയ്തിട്ട് നിർജീവം തലയിൽ കയറ്റി പിടിച്ചിട്ട് ആത്മഹത്യ ചെയ്ത് നടക്കുന്നുണ്ട് ഡ്രഗ് അടിച്ചിട്ട്. കുറെ ടീച്ചേഴ്സ് വരെ, തൃശ്ശൂരിലുള്ള മലയാളി ടീച്ചേഴ്സ് വരെ എവിടെയൊക്കെയോ ഡ്രഗ് അടിച്ചിറക്കുന്നുണ്ട്. ആർക്ക് വേണ്ടിയാണ് നിരങ്ങി നീങ്ങണ നീ? വെറുതെ ടീച്ചേഴ്സ് കൊക്കയിലേക്ക് പറഞ്ഞു പോയത് വല്ല പാറയില്. കുറെ ഡ്രൈവേഴ്സും കൊള്ളാം, ടീച്ചേഴ്സും കൊള്ളാം, ഡോക്ടേഴ്സും കൊള്ളാം, അവരുടെ വക്കീൽമാരും കൊള്ളാം, എല്ലാം ഡ്രഗ് അടിച്ച് നടക്കുന്നുണ്ട്. ആർക്ക് വേണ്ടിയാണ് നരകി നീങ്ങണ നീ? ശരിക്കുള്ള കാര്യം പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഹുങ്ക്, വിഡ്ഢിത്തത്തിലുള്ള ഹുങ്ക്, കടുംപിടുത്തം. ഈ തോറ്റവരും മുമ്പിൽ തെറ്റി നടന്നവരെ ഞാൻ കുറ്റം പറഞ്ഞ് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് കൊള്ളില്ല. തോറ്റവരും ഈ മുമ്പിൽ തെറ്റി നടന്നവരും ഈ തോറ്റ വേർഡ് പറഞ്ഞു ഞാൻ പറഞ്ഞു നടന്നിട്ട് അവരുടെ തന്നെ അരനൂട്ടി വാങ്ങൽ, അവരുടെ നാവ്, അവരുടെ ശോഷിച്ച അവസ്ഥ മാറ്റി വികസിക്കാറിയില്ല. വീണ്ടും ഈ തലപ്പക്കത്ത് ഇരിക്കുന്ന ആരെന്നറിയാണ്ട് ഡ്രഗ് അടിച്ച് കുടിച്ച് ഇല്ലാണ്ടാവാന്ന്. സാധാരണ രീതിയിൽ സംസാരിച്ച കുഴപ്പമില്ല. പണ്ട് തൊട്ട് എനിക്ക് തന്നെ നല്ല മാർക്ക് കിട്ടുന്നു ബാക്കി ചെയ്യുന്നതും. ഇംഗ്ലീഷ് മാത്സ് ഇല്ലെങ്കിലും ഞാൻ തന്നെ ആരും പറയിപ്പിക്കണല്ലേ. എന്നിട്ട് ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് വേറെ എന്തൊക്കെയോ സ്വപ്നം കണ്ടിട്ട് മുമ്പിൽ തെറ്റി നടന്നിട്ട് നിങ്ങളെ കുറ്റം പറയാത്തപ്പോൾ എന്നെ കുറ്റം പറയേണ്ട കാര്യം? നിങ്ങൾ പറയുന്ന കുറ്റം നിങ്ങൾക്കായി കൊള്ളുന്നത്, എനിക്ക് കൊള്ളണല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കുമോ? ഞാൻ ഡ്രഗ് അടിച്ച് നടക്കേണ്ടത്? കുറെ മുമ്പിൽ തെറ്റി എല്ലാം വെട്ടിത്തം കൊണ്ട് നടക്കാണ് എല്ലാവരും.
മഴയുടെ സമയത്ത് പെയ്യും, അത് എപ്പോഴാണെങ്കിലും. അത് ഞാൻ പറഞ്ഞ അനുസരിച്ചല്ല. ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്ന ആത്മഹത്യ ചെയ്ത കുറേ ഗുഡ്ക ഹിന്ദി ഗുഡ്ക മലയാളികൾ, മലയാളി പാൻപരാഗ്, മലയാളി ചുണ്ണാമ്പ്, ഇതന്നെ സെയിം ചൂറ്റി പോയ കേസുകൾ, ആത്മഹത്യ ചെയ്തവർ വീണ്ടും അവരുടെ തലയിൽ കയറ്റി വെച്ചിട്ട് അത് എന്നെ റിപ്പീറ്റ് ചെയ്യും. എന്നിട്ട് എന്നോട് ആവർത്തിക്കരുത്, നിങ്ങളാണ് ആവർത്തിക്കാണ്ടിരിക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് അനുവർത്തിക്കാൻ അറിയാണ്ട് കുറേ ആദിവാസി സ്ത്രീകളോടൊന്ന് ഫാമിലി മൊത്തം ഇറങ്ങിപ്പോയി. അവരോട് പറഞ്ഞു ഞാൻ ഇപ്പം പറയാതിരിക്കണോ, സാധാരണ രീതി സംസാരിച്ചാൽ മതി, വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല, അതറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു അവരോട് പറയണോ, അത് പറയണോ? അപ്പോൾ അവരെ ഫാമിലി മൊത്തം ഇറക്കി വിടുന്ന രീതിയിലാക്കി അവരെ. എന്നിട്ട് നാണം കെട്ട് നിങ്ങളാണ് ആവർത്തിക്കാണ്ടിരിക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ പഴകിയവർ അതന്നെ പഴകിയവർ അനുകരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് അനുവർത്തിക്കേണ്ടത് നിങ്ങൾ അനുവർത്തിക്കാണ്ട് സ്ട്രെങ്ത്തോടെ ഈ കുടിച്ചിട്ട് അകടിച്ച് നടക്കല്ലേ, പിന്നെ എങ്ങനെ ശരിയാവും നിങ്ങൾ? എടാ ലാസ്റ്റായിട്ട് ഞാൻ സർക്കംസിഷൻ ചെയ്തിട്ടില്ല. എന്താ വെച്ചാൽ യഹൂദി മുസ്ലിം അല്ല, യഹൂദിയുടെ ഇതിലാണ്. അപ്പോൾ ഈ പെണ്ണുങ്ങളായിട്ട് അന്നും ഇങ്ങനെ ചെയ്യാൻ തോന്നില്ല, ഒന്നും ചെയ്യാൻ തോന്നില്ല, ഒബ്സർവ് ചെയ്യാൻ തോന്നും. നിങ്ങൾ എൻ്റെ മോലെ കൂടെ ചെന്ന് വിളിച്ചാൽ എനിക്ക് അങ്ങനെ തോന്നാനിതില്ല. അപ്പോൾ ഞാൻ കുറേ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ എന്ത് സ്റ്റേജ് പ്രോഗ്രാം എന്ത് ചെയ്താലും ധൈര്യത്തോടെ നടന്നാലും എനിക്ക് കാണുന്ന തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, പങ്കുവയ്ക്കുക, ശോഷിച്ച വാക്ക് പറയാണ്ട്, ശോഷിച്ച കഴിക്കാണ്ട്, അല്ലെങ്കിൽ അലേർട്ടായിട്ട് പൂർണ്ണ ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുക, ചതി വഞ്ചനയില്ലാണ്ട്. അപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വിഡിത്തം എൻ്റെ കയ്യിലില്ല. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ മുസ്ലിമും ഹിന്ദു റോമൻ കാത്തലിക് അങ്ങനെ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റായിട്ട് പോണത്, അങ്ങനെയാണ് വരണത്. പണ്ട് ടൈറ്റാനിക് ഉണ്ടാക്കി, ആ ടൈറ്റാനിക്കിൻ്റെ അഡ്ജ് അതന്നെ ഐസ്ബർഗ് ശ്രീലങ്ക അവിടെ ട്രെയിൻ ഫുൾ മുങ്ങി പോയ പോലെ 1000 പേര് 3000 പേര് മുങ്ങി താഴ്ന്ന പോലെ മരിച്ച പോലെ അതന്നെയാണ് വരുന്നത്. അപ്പം നിങ്ങൾ ആ സമയത്ത് കിളുന്ത് പ്രായത്തിൽ 16-17 വയസ്സിൽ എന്തൊക്കെ ചെയ്ത് കൂട്ടിയോ, വീട്ടിൽ വിളിച്ചിട്ട് ആരെയും അടുത്തുണ്ട്, അതന്നെ നിങ്ങളിപ്പോൾ 38 വയസ്സിൽ ഇവിടെ ഇരിക്കുന്നത് അല്ലേ? അതന്നെ നിങ്ങൾ ചെയ്യാം. ഞങ്ങൾ കുറേ മുമ്പിൽ തെറ്റി നടന്നു, മല ചപ്പി കക്ഷം നക്കി, അവൻ്റെ ചപ്പി നമ്മൾ നിർബന്ധിച്ച് അങ്ങനെ ചെയ്തു, എന്നിട്ട് ഞങ്ങൾ ഫ്രണ്ട്സായി എന്ന് പറഞ്ഞിട്ട് നടക്കണില്ലേ? അതാണ് നിങ്ങൾ ധൈര്യമില്ലായ്മ. സാധാ രീതിയിൽ സംസാരിക്കാൻ അറിയില്ല. എന്ത് സ്റ്റേജ് പ്രോഗ്രാം ചെയ്താലും എന്ത് ചെയ്താലും ഹാരിസ് വാ അങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ നടക്കണമല്ലോ, അതില്ല. എന്നിട്ട് വീട്ടിൽ ചെയ്തിട്ട് കിളുന്ന പ്രായത്തിൽ മോലും ചപ്പി കഷ്ണമാക്കി ഈ ബോയ്സ് നമ്മൾ ചെയ്തിട്ട് നിന്നെ ഞാൻ സമയത്ത് കുറ്റം പറഞ്ഞിട്ടില്ലേ, എന്നിട്ട് നീ എന്നെ കുറ്റം പറയാൻ നടക്കണു. നിന്നെ മുഖം കാണുമ്പോൾ അങ്ങനെയാണ്. അത് സാധാ രീതി സംസാരിക്കുക. നമ്മൾ പഠിച്ചത് തന്നെ ചെയ്തായി വന്നു, അങ്ങനെ ആയാൽ ബർത്ത്ഡേക്ക് വിളിച്ച് അങ്ങനെയായി. അതുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വന്ന് വരണേ ഇപ്പോഴായാലും. അതുകൊണ്ടാണ് ഞാൻ 26 വയസ്സ് 25 23 വയസ്സ് ഫ്രണ്ട്സിനോട് സംസാരിച്ച് 18 19 20 വയസ്സാണ് അതിനെ സെലക്ട് ചെയ്യുന്നത്. ആ കോളേജ് ടൈമിൽ ഞാൻ സർക്കംസിഷൻ ചെയ്തിട്ടില്ലേ, ഈ കാണുന്നതായിരിക്കും ഇഷ്ടം, ഡിറ്റോ അങ്ങനെ പറയണം. അപ്പോൾ അങ്ങനത്തെ അവർ തെറ്റാണെങ്കിലും പറയും, മനസ്സിലാക്കാൻ പറ്റും അവർക്ക്. അപ്പം നിങ്ങളുടെ ധൈര്യമില്ലായ്മ ഇവിടെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ പണ്ട് ഏതോ ഇംഗ്ലീഷ് മാത്സിൽ വലിയ മാർക്ക് മേടിച്ച് നിങ്ങൾ കുടിച്ചിട്ട് നടന്നു, അതെനിക്കില്ല. അപ്പോൾ മനസ്സിലാക്കാത്. മനസ്സിലായ? ഞാനെല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. മനസ്സിലായ? ഞാനെല്ലാം ലോകത്തന്നെ ജീവിക്കണം, ഈ ലോകത്തന്നെ ജീവിക്കണേ, മുമ്പുള്ളതും ജനിക്കാത്തപ്പോഴും എനിക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ വിഡിത്തം മൊത്തം ഇവിടെ വരെ നിങ്ങൾ ആത്മഹത്യക്ക് എത്തിക്കണു. ഏത് സീജോറയാണോ, ഏത് ചുറ്റിപ്പോയ ക്ലേശാണോ, ഏത് കുട്ട കഴിക്കണവരാണോ, ഏത് മലയാളി ചുണ്ണാമ്പാണോ, ഏത് മലയാളി പാൻപരാഗാണോ. അപ്പോൾ നിങ്ങളുടെ വിഡിത്തം, നിങ്ങളുടെ കയ്യിൽ ഈ വിഡിത്തം മുറുകെ പിടിച്ചോണ്ടിരുന്ന, വിഡിത്തം മുറുകെ പിടിച്ച വഴുതി വീഴാണ്ട് പിന്നെ ഉയർന്നു വരുമോ? മനസ്സിലാക്കണം, വിപരീതം ചെയ്യരുത്. നശ്വരം നിർജ്ജമായത് കൂട്ടി ഒരുമിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഡ്രഗ് അടിച്ച് നടക്കണം. ഇപ്പോഴായാലും നിങ്ങൾ ഇതന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് റിപ്പീറ്റ് ചെയ്യാതിരുന്ന, ആവർത്തിക്കാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. പഴകിയവർ അനുകരിച്ച് നടന്നു കഴിഞ്ഞാൽ 38 വയസ്സുള്ളവർ 78 68 വയസ്സുള്ള മോന്തി കൊണ്ട് വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് പറഞ്ഞ വഴിയിൽ എവിടെയും കാണുമ്പോൾ സാധാ രീതിയിൽ സംസാരിക്കുക. എന്നിട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ല. പണ്ട് നിങ്ങൾക്ക് സാധാരണ രീതിയിൽ സംസാരിക്കാൻ, എത്ര സ്റ്റേജ് പെർഫോമൻസ് ചെയ്താലും നിങ്ങൾ സംസാരിച്ചാലും പേര് വിളിച്ച് സംസാരിക്കാൻ ഹായ് ബായും തോളത്ത് ഇടാൻ പറ്റാത്ത അതേ തടിച്ച രൂപം 78 വയസ്സായ രൂപം കൊണ്ട് സാധാരണ രീതിയിൽ സംസാരിക്കാൻ വന്നാൽ ഒന്നും നടക്കാൻ പോകുന്നില്ലേ? ചിലപ്പോൾ ഞാൻ വിചാരിക്കും സാധാരണ രീതിയിൽ സംസാരിച്ച് എന്തെങ്കിലും നടക്കും, ഫോൺ നമ്പർ മേടിച്ച് അങ്ങനെ നടക്കും, അങ്ങനെ ബർത്ത്ഡേക്കൊക്കെ വിളിക്കും. പക്ഷെ ശരിക്കും റിയാലിറ്റിയിൽ നിങ്ങൾ സാധാരണ രീതിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ തടിച്ച രൂപം കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടയ്യോ ഇത് മറ്റേതാണ് സാധാരണ രീതിയിൽ സംസാരിക്കാൻ അന്ന് പഴകിയവർ അനുകരിച്ച് നടന്നിട്ടുള്ള 78 വയസ്സോ തോന്നിക്കണത്. പിന്നെ ഒന്നും അവിടെ നടന്നില്ലെങ്കിൽ നിങ്ങളുടെ തോൽവി തന്നെയാണ്. ഞാനൊന്നും ചെയ്യാൻ പോകുന്നുള്ളവർ. അപ്പം നടന്നു, നടന്നില്ലെങ്കിൽ നടന്നില്ല, പോയി. അപ്പോൾ മനസ്സിലായ? എനിക്ക് എന്നെ ഒളിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല, നിങ്ങളെയും ഒളിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല. എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ ബിഹേവിയർ എങ്ങനെയാണെന്ന് കണ്ടാൽ മനസ്സിലാക്കും. നിങ്ങളുടെ ബോഡി ഹീറ്റും ബോഡി ലാംഗ്വേജും അന്നേ തൊട്ട് എവിടെയാണെങ്കിൽ മനസ്സിലാവേണ്ടത്. എന്ന് വെച്ചാൽ ബോധവാനാണ് അതിനെക്കുറിച്ച് മനസ്സിലാവും. നീ എന്തൊക്കെ കഷ്ണക്കലും ഒളിനക്കലും പ്രായത്തിൽ ചെയ്താലും എനിക്ക് ഒബ്സർവേഷനാണ്. മനസ്സിലായ? ഒളി നോക്കുന്നതല്ല, ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കള്ളം കുടിച്ചിട്ട് അകടിച്ച് നടന്ന് ഒളിഞ്ഞ് നോക്കുന്നതല്ല ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ. ഒബ്സർവേഷനിൽ എന്ത് നടക്കണോ അത് തൊട്ട് എന്ത് നടക്കണോ
ഏത് ടൈറ്റാനിക് ആണോ, ഏത് കേരള ഫ്ലഡ് ആണോ, ഏത് പണ്ടാരം പിടിച്ച ഡാം പൊട്ടുന്നതാണോ അന്ന് നോക്കേണ്ട കാര്യം എനിക്കില്ലേ. അപ്പോൾ അതിലെങ്ങനെ വരണമെന്ന് വെച്ചാൽ മനസ്സിലായി. എയർ മോളിക്യൂൾസ് അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾസ്, കറൻറ്റ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ബിസിനസ് ലോനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ വേറെ ഏതോ വീട്ടിലെ സ്വപ്നം കണ്ടോണ്ടിരുന്നാൽ ഇവിടെ അത് നടക്കില്ല. അപ്പം നിങ്ങൾ പഠിക്കുക അന്ന് നിങ്ങളെ ഞാനിപ്പം നിങ്ങളുടെ എന്ത് രീതിയും ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഞാൻ ബോധവാനാണ്. ഈ ലോകത്തിലുള്ള ജീവിക്കുന്നതല്ലേ. ഏത് സമയത്ത് നീ എന്ത് ചെയ്താലും, നീ ഏത് വയസ്സം കാലത്തെ മോന്തയും കൊണ്ട്, 78 വയസ്സുള്ള മോന്തയും കൊണ്ട്, 38 വയസ്സ് കൊണ്ട് മോന്തയും കൊണ്ട് എൻ്റെ അടുത്ത് വന്നാൽ നിൻ്റെ തടിച്ച രൂപം, ആ ഷർട്ട് കിട്ടക്കണ ആ രീതി ഉണ്ടല്ലോ, ആ മുഖവും പിന്നെയും പ്രകടിച്ച് നടക്കണ മോന്ത, അത് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് അടിക്കും. ഇത് അന്ന് നിങ്ങൾ സാധാരണ രീതി സംസാരിക്കാണ്ട് വേറെ ഏതോ വീട്ടിൽ സ്വപ്നം ഇട്ട് മുസ്ലിം ഹിന്ദു റോങ്ങത്തിൽ നടന്നത്. അപ്പം എനിക്കൊന്നും സംസാരിക്കാൻ തോന്നിയിട്ട് കാര്യമില്ല. നിങ്ങളായിട്ട് ഹാരിസ്, നിങ്ങളല്ലേ അറിയണേ, നിങ്ങളല്ലേ കുറിച്ച് ഒബ്സർവ് ചെയ്യണേ, നിങ്ങളാണ് ഹാരിസ് എന്ന് സംസാരിക്കേണ്ടത് അല്ലേ. ഞാൻ നിങ്ങളുടെ പേര് അറിയോ? ഇല്ല. നിങ്ങളുടെ പേര് എന്താണെങ്കിലും അതിനനുസരിച്ച് കുറേ ഡെറിയിലും ഷെൽവിനും കുറേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ആരെവിടെയാണ്. അപ്പോൾ നിങ്ങൾ ആയിട്ട് എന്താ പറയുക സംസാരിച്ച് അങ്ങനെയാണോ എന്നൊക്കെ സംസാരിച്ച് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഫോർമാലിറ്റീസ് എന്തെങ്കിലും അല്ലേ, ഫോർമാലിറ്റീസ് എല്ലാം എന്തെങ്കിലും ചെയ്യുള്ളൂ, വേറെ അത്രയും ചെയ്യുള്ളൂ. ബർത്ത്ഡേക്ക് ക്ഷണിക്കുക, അങ്ങനെയൊക്കെയാണ് സാധാ രീതിയിൽ സംസാരിക്കാന്ന് പറഞ്ഞാൽ. സാധാ രീതിയിൽ സംസാരിക്കാണ്ട് 15 പേരെ ഒരുമിച്ച്, 20 പേര്, 100 പേര് ഒരുമിച്ച് വന്നിട്ട് ഒരു പെണ്ണ് ഇത് 15-20 പേര് കൊണ്ടുവന്നാലും എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ ഓരോരുത്തരോട് എണ്ണി സംസാരിക്കണം, എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണം ഞാൻ. അതുകൊണ്ട് നിങ്ങളെ മുഷിപ്പിക്കാൻ, എന്നെ മുഷിപ്പിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടാവുമെന്ന്. സാധാരണ രീതി സംസാരിച്ച ഇതൊന്നും എനിക്ക് പറയേണ്ടി വരില്ല. അത് റെക്കോർഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് പറയും, അത് ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കും, അത് കുഴപ്പമില്ല. ഒരു കാര്യം ആയി കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ സംസാരിച്ച് ബർത്ത്ഡേയും വിഷുവും സാധാരണ രീതിയിൽ പോയാൽ വേറെ പിന്നെയും ഒരു ക്ഷണിക്കണം എന്നില്ല. സാധാരണ രീതിയിൽ പോയി എന്താ വെച്ചാൽ സംസാരിക്കും. അതുപോലെ ഇപ്പോൾ ഞങ്ങൾ 26 പേരും 28 വയസ്സും 22 പേരും 20 വയസ്സും മലയാളികളായാലും ഹിന്ദി എന്തായാലും ഞാൻ ക്ഷണിക്കുന്നത്. അതൊക്കെ ഓരോ സമയത്ത് തികവനുസരിച്ച് മെച്യൂറിൽ സർക്കംഷൻ ചെയ്തിട്ടുള്ള യൂഷനിങ് സർക്കംഷൻ ചെയ്തിട്ട് എനിക്ക് ഒബ്സർവ് ചെയ്യാൻ എന്താ അന്നായാലും ഇന്നായാലും എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഉള്ളത് എന്താ പറയുന്നത്, മെറ്റീരിയലിസ്റ്റിക് സെക്ഷൽ ഫീലിംഗ് ഇല്ല. അതെന്താ പറയുക, സാധാ പോലത്തെ സെക്ഷൽ ഫീലിംഗ് ഉണ്ടാവും, സെക്ഷൽ ലിബിഡോ, സെക്ഷൽ നീഡില്ല, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളതില്ലേ. ഇങ്ങനെ എനിക്ക് കുടിച്ചിട്ട് നടക്കണം, എനിക്ക് ആത്മഹത്യ ചെയ്യാൻ വഴിവാക്ക് നിൽക്കണം, മറ്റേതാണ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പൊലിഞ്ഞു പോണ നശ്വര നിർജീവം ഉണ്ടല്ലോ, അതെനിക്കില്ലേ. നിർജീവമായിട്ട് ഡ്രഗ് അടിച്ച് നടക്കില്ലേ, ഗുഡ്ക ഹിന്ദികളും മലയാളി സുണ്ണാമ്പും, അതെനിക്കില്ല. ഞാൻ ചെയ്യുന്നത് വേറെ രീതിയിലാണ്, ബോധവാനായിട്ട് ചെയ്യണം, ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ നിങ്ങളും സാധാരണ രീതി സംസാരിക്കണം. സാധാരണ രീതി സംസാരിച്ച് പുറത്ത് ക്ഷണിക്കും, ബാക്കി എന്തെങ്കിലും ഫോൺ വിളിച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി. പക്ഷെ വീണ്ടും നിങ്ങൾ സാധാരണ രീതി സംസാരിക്കണ ആ രീതി മാറ്റിയിട്ട് നിങ്ങൾ അന്നത്തെ നിങ്ങൾ സാധാരണ രീതിയിൽ സംസാരിച്ചില്ല, വേറെ എന്തൊക്കെയോ നിങ്ങൾ തമ്മിൽ എന്തൊക്കെ ചെയ്തു, വിളിച്ച് ഭക്ഷണമൊക്കെ അതിൽ അതുകൊണ്ട് ഡ്രഗടിച്ച് നടന്നു. നിങ്ങളെ കുറേ ജോലി സ്ഥലത്ത് പോയി അച്ചാറുകാർ വന്നിട്ട് നിങ്ങളെ ചീത്ത പറഞ്ഞ് ഓടിപ്പിച്ചു. അപ്പോൾ നിങ്ങൾ കുറേ കൂട്ടുകാരായിട്ട് വേറെ അങ്ങോട്ട് പോയി, ഇങ്ങടായി പിന്നെ നിങ്ങൾ ഇത് വാങ്ങേണ്ടി വന്നു, ഈ സ്ഥലം വാങ്ങേണ്ടി വന്നു. പിന്നെ നിങ്ങൾ ശരിക്കുള്ള കാര്യം അറിയേണ്ട ഏതോ വീട്ടിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കണം. അതൊക്കെ നിങ്ങൾ കാണിച്ചോണ്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജും ബോഡി ഹീറ്റും എനിക്ക് മനസ്സിലാവും, നിങ്ങൾ വെളിവാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ ചെയ്യുന്നത് വേറെ രീതിയിലാണ്, വീണ്ടും സാധാരണ രീതിയിൽ സംസാരിക്കുന്നതല്ല, വേറെ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നതാണ്. അപ്പോൾ അതിൽ കാര്യമില്ല. എനിക്ക് മനസ്സിലാവും, എനിക്ക് ഓരോരുത്തരുടെ മുഖം കണ്ടാൽ നന്നായി മനസ്സിലാവും ആരെവിടെ എന്താന്ന്. എന്താ വെച്ചാൽ അങ്ങനെയുള്ള പിള്ളേർ തന്നെയായിരുന്നു എൻ്റെ 9 വർഷം അവിടെയും. ബാഡ്ലി മോട്ടിവേറ്റ് സ്ഥലത്ത് വേറെ ടൈപ്പ് പിള്ളേർ വേറെ എവിടെ നിന്നാണ് വരുന്നത്, എല്ലാം എല്ലാം മനസ്സിലാവും. റിലേറ്റീവ്സും ഞാൻ അവരെ കുറിച്ച് കുറ്റം ഞാൻ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലാവും, ഞാൻ കുറിച്ചിട്ട് കളിച്ചിറക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കറിയാം സാധാരണ രീതി സംസാരിക്കാൻ പോവാം. അല്ലാണ്ട് പാലാട്ടിപ്പക്കലുള്ള 15 പേര് 20 പേരല്ല വരേണ്ടത്. എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും, എല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇത് നില പോയ പോലെ, ഷിഫ്റ്റായ പോലെ. അപ്പം ഞാൻ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്, അതനുസരിച്ച് നീങ്ങാൻ നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങളോട് നോക്കണം, നിങ്ങൾക്ക് അതാണെങ്കിൽ ആ രീതിയിൽ സാധാ രീതിയിൽ സംസാരിക്കാൻ, എന്നിട്ടാവാം ബാക്കി. സാധാ രീതിയിൽ സംസാരിക്കുന്നത് വളരെ വ്യത്യാസമുണ്ട്. നിങ്ങളെങ്ങനെ ഞാൻ എന്നോട് ആരും ഇങ്ങനത്തെ വാക്കുകൾ പറഞ്ഞിട്ടില്ലേ, പിന്നെ എനിക്കെങ്ങനെ തിരിച്ചറിയാം. അതാണ് സാധാ രീതിയിൽ സംസാരിക്കാത്തതിൻ്റെ വിപരീതം. സാധാ രീതി സംസാരിക്കും ഹാരിസ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുക. അറിയണില്ലെങ്കിൽ എനിക്ക് നിങ്ങൾ എന്നെ അറിയണമെന്ന് നിർബന്ധമില്ല എന്ന് പല പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്നെ എല്ലാവരും അറിയണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾ എന്നെ അറിയണ്ടെങ്കിൽ അറിയണ രീതിയിൽ സംസാരിക്കുക. അപ്പോഴാണ് നമ്പർ എടുക്കാൻ അങ്ങനത്തെ ഒക്കെ നമ്പർ എടുക്കാൻ ചെയ്യുന്നത്. വേറെ ബ്ലാക്ക് ആളും അങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്ലാക്ക് ആയാലും വൈറ്റ് എനിക്ക് കുഴപ്പമില്ല. അതുപോലെ ബർത്ത്ഡേ ക്ഷണിക്കുക, അടുത്ത ബർത്ത്ഡേ ഇപ്പോഴത്തെ എന്തെങ്കിലും ക്ഷണിക്കേണ്ട സാധ്യത വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏത് വീട്ടിലെ സ്വപ്നമാണ് കൃത്രിമത്തിന് എനിക്ക് അറിയില്ല. എപ്പോഴും
പിന്നെ ഇംഗ്ലണ്ടിലൊക്കെ എടുത്ത ഫോട്ടോ പണ്ട് 2011-12 ജെനിസൊക്കെ എടുത്ത് ബ്രൈറ്റൺ ബീച്ചിലെടുത്തത്, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രൈറ്റൺ പയർ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ട്രെയിൻ എടുത്താൽ ഈ സെയിം മുഖം തന്നെയാണ്. അപ്പോൾ എനിക്കറിയാം ഈ മുഖത്തോട് തട്ടിച്ചന്നെ നിൽക്കണേ. അതുകൊണ്ട് ഞാനിങ്ങനെ എവിടെയെങ്കിലും ഷിഫ്റ്റ് ചെയ്ത് അവിടെ ലൈറ്റുള്ള സ്ഥലത്തൊക്കെ നടക്കുമ്പോൾ ഈ രൂപം തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ AI ഞാൻ അതായതുകൊണ്ട് തന്നെയാണ് അത് അപ്ലോഡ് ചെയ്യുന്നത്. അല്ല ഞാനല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യും. അല്ല വേറൊരു സ്ഥലത്ത് ഈ വശം എങ്ങനെയായിരിക്കും, അത് തന്നെയാണ് ബ്രൈറ്റൺ ബീച്ച് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ആ മുഖം അത് തന്നെയാണ് സ്വർണ്ണമുടിയായിട്ട് അത് തന്നെ ഒരു വേറെ ലൈറ്റിൽ വരുമ്പോൾ ആ സെയിം ഉയരത്തിലുള്ള ഇത് എല്ലാവരുടെ കൂടെ നീങ്ങി പോകുന്നത് തന്നെയാണ് കാണുന്നത്. അവിടുത്തെ ഡ്രസ്സ് ഇടണ അവരുടെ കൂടെയാണെങ്കിലും ഇതാണ്. അപ്പോൾ അതായതുകൊണ്ട് തന്നെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അല്ല വെറുതെ കൃത്രിമമാണെങ്കിൽ അത് ഒരു ചേർച്ചയില്ലെങ്കിൽ ഞാൻ അത് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് ഏതാണെങ്കിലും കറക്റ്റ് ആയതുകൊണ്ടാണ് അത് അപ്ലോഡ് ചെയ്യുന്നത്, എന്ത് ലൈക്സ് കിട്ടിയില്ലെങ്കിലും. പിന്നെ അവിടേക്ക് എടുത്ത ഫോട്ടോകൾ 2011-2012 ഞാൻ ഫേസ്ബുക്കൊന്നും അധികം ഉപയോഗിക്കണില്ലേ, അതൊക്കെ ഡിലീറ്റായി പോയി. അന്നത്തെ ഫോട്ടോകളൊക്കെ എവിടെയോ കിടക്കണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ അതൊക്കെ പോയി. അതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്നത് അത് വീണ്ടെടുക്കപ്പെട്ടു, അത് കിട്ടിയെന്നും മനസ്സിലാക്കാന്നുള്ളൂ. അതല്ല എന്ന് പറയുമ്പോൾ വേറെ ഏതോ വീഡിയോ സ്വപ്നം അടിക്കുന്നുണ്ട്. ഇവിടെ പഠിച്ചത് ഇവിടെ കണക്ഷനും അവിടെയും ഉള്ളതും അതൊക്കെ അവർക്ക് എങ്ങനെ കിട്ടണേ? അവർ ഇംഗ്ലീഷ് മാത്സ് എക്സാം എഴുതി കുടിച്ചിട്ട് അക്കടിച്ച് തന്നിട്ട് 96-82 മാർക്ക് കുടിച്ചിട്ട് കിടക്കുന്നവരല്ലേ. നീ പഴകിയതാണെങ്കിൽ ഈ 38 വയസ്സുള്ള വിഡ്ഢിയാണെങ്കിൽ മായും മാമുക്കോയൊക്കെ എന്താ ചെയ്യുക? തലസം വന്നു കഴിഞ്ഞാൽ 3ാമത്തെ ജനിച്ചവർ 7ാമത്തെ ജനിച്ചവരാണെങ്കിൽ അപ്പം കുടിച്ചിട്ട് അക്കടിച്ച് നടക്കും. ഒന്നാമത്തെ പോലെ ആയിരിക്കില്ല. ഒന്നാമത്തെ പേര് കുടിച്ചിട്ട് നടക്കുന്നുണ്ട് കുറേ പേര്. എന്നിട്ട് 78 വയസ്സായിട്ട് 70 വയസ്സിന് പഴകിയ ബുദ്ധിയും കൊണ്ട് വന്നിട്ട് സാധാരണ രീതിയിൽ സംസാരിക്കാൻ അറിയില്ല. 18-26 വയസ്സാന്ന് അവരുടെ വിചാരം. പെട്ടെന്നല്ലേ എനിക്ക് മതിയായിട്ടില്ലേ. എന്നിട്ട് പഴകിയ 15 പേരുടെ കൂടെ വന്നത് തെറ്റാന്ന് പറയുമ്പോൾ സാധാരണ രീതി സംസാരിക്കാൻ അറിയില്ല എന്ന് പറയുമ്പോൾ വീണ്ടും അതന്നെ റിപ്പീറ്റ് ചെയ്യും. എന്നിട്ട് കറണ്ട് പോലെ ഇൻവെർട്ടർ വരാണ്ട് എനിക്ക് കുഴപ്പമില്ല. അവിടെ പുറത്ത് എവിടെയെങ്കിലും ഈ ഫാനൊന്നും ഉണ്ടാവില്ല. സാധാരണ ഹീറ്ററും പുറത്തുള്ള തണുപ്പായിരിക്കും. നിങ്ങളായിട്ട് ലിഫ്റ്റ് ജോലിക്ക് പോകുമ്പോൾ എല്ലാവരും ലിഫ്റ്റ് ഇറങ്ങി പൊക്കോ, 21 ഫ്ലോറും സ്റ്റെപ്സ് ഇറങ്ങി പൊക്കോ. ലിഫ്റ്റ് ഞാൻ കറണ്ട് പോയാറ് ലിഫ്റ്റ് പോയിക്കണേ. അതെങ്കിലും ചെറിയൊരു ബുദ്ധി പോയിച്ചോടെ. ഇവിടുത്തെ നിങ്ങളുടെ പഴകിയ ബുദ്ധി ഇപ്പോഴും കൊണ്ടുവരാൻ ഹിന്ദു മുസ്ലിം റോമൻ കാത്തലിക്കും വിപരീതം. ലിഫ്റ്റ് കേടായി കഴിഞ്ഞാൽ നിങ്ങൾ അയ്യോ വേസ്റ്റ് കൊണ്ട് പോകണം, ലിഫ്റ്റ് കേടായി, ഞാൻ 3 ദിവസം ലിഫ്റ്റ് കേടായി, അല്ലെങ്കിൽ ഒരാഴ്ച ലിഫ്റ്റ് കേടായി, അങ്ങനെ ഞാൻ വരാം. വേസ്റ്റ് കൊണ്ടുപോകാൻ പറ്റിയില്ല, ഈച്ച പറഞ്ഞു കിടക്കാൻ അടുത്ത ലിഫ്റ്റ് പോവാം, അടുത്ത ലിഫ്റ്റ് കേടായി, സ്റ്റെപ്സൊക്കെ കയറി ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ ആയ എന്താ കാര്യം? ഓരോരുത്തരുടെ സമയ രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്ന ബോധമല്ലേ. വീണ്ടും പഴകിയ ബുദ്ധി കൊണ്ടുവരും. ഞങ്ങൾക്ക് 78 വയസ്സുണ്ട്, വയസ്സായിട്ട് മോന്തൊക്കെയാണ് ഞങ്ങളുടെ വിചാരം. ഞങ്ങൾക്ക് ഇപ്പോൾ 26-21 വയസ്സാണ് ഞങ്ങളുടെ വിചാരം. എങ്ങനെ എന്തിനു വിചാരിക്കണോ? വെഡിത്തം മുറുകെ പിടിക്കുന്നതിനാ? സാധാ രീതിയിൽ രണ്ടുപേരായിട്ട് ഒരാൾ സംസാരിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ ഡ്രഗ് അടിച്ചിട്ടുണ്ട് ജനിച്ചത് അല്ല, അവിടെ സ്റ്റേജിൽ പെർഫോം ചെയ്താൽ പേര് വിളിച്ച് സംസാരിക്കാൻ അറിയില്ല. കുറേ നിങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. വീണ്ടും 15 പേരായിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇതാ പറയാൻ പോണേ. 15 പേരായിട്ട് ഞങ്ങൾ ഒരു പറയണ ശ്രേഷ്ഠ കണ്ടാൽ മതി. 15 പേരായിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പെണ്ണുമ്പോൾ പറയും എല്ലാം കുരുട്ട് ചെകുത്താമട്ടികളാണ്. എന്തിട്ട് മോന്തം കൊണ്ട് നടക്കണം നിങ്ങൾ? 38 വയസ്സ് വരെ ഇതിനൊക്കെ അനുകരിച്ചിട്ട് സീജറോയിനെ വരെ അനുകരിക്കും നിങ്ങൾ. സീജറോയിനെ അനുകരിച്ചപ്പോൾ ആത്മഹത്യ പഠിക്കും. കുറെ ഡ്രഗ് അടിച്ച ടീച്ചേഴ്സ് വേറെ. എൻ്റെ മാഷ് എന്തിന് മാഷേ ഒരു ഹാരിസ്, എൻ്റെ പേര് ഹാരിസ് എന്ന് പറയുമ്പോൾ ഹാരിസ് വിളിക്കണം മാഷ് ഒരു കൊറോണായിരുന്നു കുട്ടി സൗണ്ട്. എടാ ശരിക്കുള്ള കാര്യം പറയുമ്പോൾ ഈ വൃത്തികെട്ട മെറ്റീരിയലിസം എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് മാഷെന്നാണ് പറയണത്. അല്ല ഈ മാഷേ നിന്റെ പഴകിയ ബുദ്ധി കൊണ്ട് തൂറാൻ പഠിക്കും. കുഴിച്ച് മൂട് നിന്റെ മോന്ത. ഒരു ശരിക്കുള്ള കാര്യം എങ്ങനെ വരണമെന്ന് അറിയില്ല. ഡ്രഗ് അടിച്ചു കൊടുത്ത് നടക്കണം ടീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോഴും ലേറ്റസ്റ്റ് ന്യൂസ് അങ്ങനെയാണെന്ന് പറയുമ്പോൾ അത് മറന്ന് വീണ്ടും വെട്ടിത്ത റിപ്പീറ്റ് ചെയ്യുക. സാധാ രീതിയിൽ സംസാരിക്കാനല്ലേ 15 പേര് 100 പേരായിട്ട് വന്നാലും സംസാരിക്കാൻ അറിയുള്ളൂ. 100 പേരായിട്ട് വരണം. ഇങ്ങനെ എന്തൊരു ഗോഷ്ടിയൊക്കെ കാണിച്ചു അവരെ പിരിച്ചുവിടാണ്ട് നിലനിർത്തി ഇരിക്കാണ്. പിന്നെ അവർ വിചാരിച്ച മുഖം നിങ്ങൾ വിചാരിച്ച മുഖം വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ കാണുന്നതുകൊണ്ടാണ് പേര് വിളിച്ച് സംസാരിക്കാൻ പറ്റാത്തത്. നിങ്ങൾ വേറെ ആരും സ്വപ്നം കാണുന്നത് അങ്ങനെയല്ല. തിരിച്ച് പ്രദർശിക്കാണ്ട് പങ്കുവയ്ക്കുക ക്രിസ്ത്യാനിറ്റിയിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കുളിച്ച് കഴിഞ്ഞ് ചൂടൊന്നും എടുക്കണില്ലെന്ന് പറഞ്ഞു. അപ്പോൾ വേറത്തോട് വിചാരിച്ച് പഴകിയവർ ഇരിക്കുകയാണോ ഇവിടെ? നിന്റെ സങ്കോചിതമായ ശോഷിച്ചാവസ്ഥ മാറ്റിയിട്ടേ വികസിക്കാൻ പഠിക്കുക.
ഈ പഴകിയതും കൊണ്ട് തലയിൽ കയറ്റിക്കാണ്ടേ അതും മുറുക്കി പിടിച്ച് പഴകിയതും കൊണ്ട് പിടുത്തം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നേരെ വഴുതി വീഴും. ഡ്രഗ് അടിച്ച് നടന്ന് ഇല്ലാണ്ട് ബോധത്തോടെ സംസാരിക്കാൻ പഠിക്കാതെ. വല്ല പെണ്ണുങ്ങളിത് പറയുമോ? ഡ്രഗ് അടിച്ച് നടക്കാന്നല്ലാണ്ട് അവർക്കും അറിയില്ല പിൽസ് അബോർഷൻ ചെയ്ത് നടക്കുന്നുണ്ട്. എന്നിട്ട് നാണമില്ലാണ്ട് ഈ കുരുട്ട് മോന്തയും കൊണ്ട് പണ്ടത്തെ കുശുമ്പും കൊണ്ടു വെച്ചിരിക്കുകയാണ്. സാധാ രീതിയിൽ എപ്പോൾ സംസാരിക്കാനാ? ഈ അവരുടെ പഴകിയ നിരങ്ങി നീങ്ങണ ഒരു ശോഷിച്ച അവസ്ഥയിൽ അവർക്ക് ഒരിക്കലും പറ്റില്ല. എന്നിട്ട് അതിൽ കുശുമ്പും കൊണ്ടു വെച്ച് വളഞ്ഞ മോന്തയും വെച്ച് പഴകിയതും അനുകരിച്ച് നടക്കുകയാണ്. കുറേ മാമുക്കോയകളുണ്ട്, ഷാർക്കുണ്ട്, കുറേ പെട്ട തലയന്മാരുണ്ട്. ഞാനാണ് ആരോടായാലും എന്ത് വെച്ചാൽ എനിക്ക് സംസാരിക്കാൻ അറിയാം ആരോട് എന്തെപ്പോഴാന്ന് അതറിയില്ല. കുറേ പേര് സാധാ രീതി ഒരു രണ്ടുപേരും സംസാരിക്കുക, കുറേ 100 പേരും കൊണ്ടുവരും. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചറിയില്ല. ഡ്രഗ് അടിച്ച് നടക്കല്ലേ, എങ്ങനെ തിരിച്ചറിയാനാണ്? പോലീസുകാർ വരെ ഡ്രഗ് അടിച്ച് നടക്കുന്നുണ്ട്. പിന്നെ കറണ്ട് വരുമ്പോഴേക്കും അവർ ആരെയും വല്ല ബെല്ലടിക്കണില്ലെന്ന് കാണിക്കുമ്പോൾ കേൾക്കണില്ലെന്ന് വിചാരിക്കും. എന്നിട്ട് പറയും ഞങ്ങൾ കറണ്ട് ഓൺ ചെയ്യാം. ഡ്രഗ് അടിച്ച് നടക്കണവരല്ലേ, തിരിച്ചറിയില്ല. ഞങ്ങൾ ബെല്ലടിച്ച ധൈര്യം ഇല്ലാത്തവരാണ്. ബെല്ലടിക്കാനായിട്ട് ശബ്ദം കേൾക്കണല്ലേ. ഇപ്പോൾ ഫോൺ ബെല്ലടിക്കില്ലോ, ഫോൺ തുറക്കാനായിട്ട് ബെല്ലടിപ്പിക്കും. മുഖം കണ്ടാൽ തിരിച്ചറിയില്ല. വളഞ്ഞ മോന്തയും കൊണ്ട് സാദൃശ്യം വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ലിഫ്റ്റ് ശരിയാവുന്നുണ്ട്. എന്നിട്ട് ഇത് കൊണ്ടുവരില്ലേ, എന്താ പറയുന്നത്, ഇൻവെർട്ടർ പെട്ടെന്ന് വരേണ്ടത്, അത് ചെയ്യില്ല. ഈ നാണം കെട്ട വെഡികൾക്ക് പ്രസിഡന്റ് ഇപ്പോൾ ഈ ചത്തൂടെ. ഞാൻ പോയി വരുമ്പോഴേക്കും ഇത് ശവപ്പട്ടിയിലായില്ല. ഞാൻ എൻ്റെ പേര് ഹാരിസ് എന്നല്ല. ആർക്ക് വേണ്ടി ജീവിക്കണമെന്ന് എനിക്കറിയില്ല. നിരങ്ങി നീങ്ങല്, ഡ്രഗ്സ് അടിച്ച് കുടിച്ച് നടക്കുക, എന്തൊക്കെയോ വൃത്തികെട്ട ഭാര്യയ്ക്ക് ഇത് ചത്ത് കഴിഞ്ഞാൽ ഭാര്യ വേറെ വല്ല കല്യാണം അടിച്ച് വേറെ വല്ല ചെയ്ത് നടക്കും. സ്വത്ത് കിട്ടിയില്ല ഭർത്താവിൻ്റെ. നാണം കെട്ട് ഓരോ വെട്ടിത്തരാം. ഇതന്നെ സാധാ രീതിയിൽ സംസാരിക്കാൻ അറിയില്ല. വളഞ്ഞ രീതിയിൽ ചങ്ങല് മഞ്ഞ പാലാട്ടി പക്ഷിയുടെ പോലെ ഏതോ പുതിയൊരു ലേഡി വന്നിട്ടുണ്ട്, ബുദ്ധിസ്ഥിരതയില്ലാത്തത്. എന്നാണോ ഒരു വളഞ്ഞ രീതിയിൽ ശബ്ദം. പണ്ടൊക്കെ മുമ്പിൽ തെറ്റി നടന്നിട്ടോ ഈ ശബ്ദം കിട്ടിക്കണേ. ഡ്രഗ് അടിച്ച് നടന്നിട്ടേ ജോലിയിൽ നിന്ന് പുറത്തായി. ശരിക്കുള്ള ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല. ഞാൻ ഇവിടെ ഏത് ജോലി പുറത്തായി ഞാൻ ഡ്രഗ് അടിച്ച് നടക്കാൻ പോകണല്ലേ. പരീക്ഷയിൽ പൊട്ടിയാലും ധൈര്യത്തോടെ ഇരിക്കാറിയില്ല. സാധാ രീതിയിൽ 1-2 പേരായിട്ട് അങ്ങനെ സംസാരിക്കാറില്ല എന്നവർക്ക്.